بسم الله الرحمن الرحيم. الحمد لله رب العالمين، وصلى الله وسلم وبارك على عبده ورسوله نبينا محمد وعلى آله وأصحابه أجمعين، أما بعد. فيقول شيخ الإسلام محمد بن عبد الوهاب رحمه الله في كتابه التوحيد: باب بيان شيء من أنواع السحر. സെഹറിൻ്റെ ചില ഇനങ്ങളെക്കുറിച്ചുള്ള വിശദീകരണം എന്ന ബാബാണ് കിതാബു തൗഹീദിൽ നിന്ന് നമ്മൾ വായിക്കുന്നത്. ഇൻഷാ അല്ലാഹ്. ബാബു ബയാനി ഷൈഇൻ മിൻ അൻവാഇ സിഹർ. ബയാൻ എന്നാൽ വിവരിക്കുക, ഷൈഇൻ ചിലത്, മിൻ അൻവാഇ സിഹർ. അൻവാ എന്നാൽ നൗ എന്ന വാക്കിന്റെ ജംആൻ, ബഹുവചനമാണ് അൻവാ, ഇനം. സിഹറിന്റെ ഇനങ്ങളിൽപ്പെട്ട ചിലത് വിശദീകരിക്കുന്ന അധ്യായമാണിത്. മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുന്നു: قال أحمد حدثنا محمد بن جعفر حدثنا عوف حدثنا حيان بن العلاء حدثنا قطن بن قبيصة عن أبيه أنه سمع النبي صلى الله عليه وسلم قال: إن العيافة والطرق والطيرة من الجبت. قال أحمد പറഞ്ഞു, അഹ്മദ് യാനി ഇമാം അഹ്മദ് ബിൻ ഹംബൽ. ഇമാം അഹ്മദിന്റെ മുസ്നദിൽ റിവായത്ത് ചെയ്യപ്പെട്ട ഒരു ഹദീസാണിത്. അത് സനദോടെ മുഹമ്മദ് അബ്ദുൽ വഹാബ് കൂടെ എടുത്തു കൊടുത്തു മാത്രം. قال أحمد بن حنبل حدثنا محمد بن جعفر. മുഹമ്മദ് ബിൻ ജഅഫർ അദ്ദേഹത്തിൽ നിന്നാണ് ഇമാം അഹ്മദ് റിവായത്ത് ചെയ്തത്. മുഹമ്മദ് ബിൻ ജഅഫർ അദ്ദേഹം ഇമാം ബുഖാരിയുടെ സനദിൽ ഉൾപ്പെട്ടിട്ടുള്ള സഹീഹുൽ ബുഖാരിയുടെ റാവിമാരിൽ ഒരാളാണ് മുഹമ്മദ് ബിൻ ജഅഫർ. ഗുന്ദർ എന്നാണ് ഇദ്ദേഹം അറിയപ്പെട്ടിരുന്ന പേര്. വേറൊരു വലിയ മുഹദ്ദിസ് ഉണ്ട്, വളരെ അറിയപ്പെട്ട മുഹദ്ദിസാണ് ശുഅബത്ത് ഇബ്നു ഹജ്ജാജ്. അദ്ദേഹത്തിന്റെ റബീബ് ആയിരുന്നു ഈ ഗുന്ദർ, മുഹമ്മദ് ബിൻ ജഅഫർ എന്ന ഗുന്ദർ. റബീബ് എന്നാൽ ഒരാളുടെ ഭാര്യയുടെ മകൻ എന്നാണ് അർത്ഥം, അഥവാ ഭാര്യയുടെ ആദ്യത്തെ ഭർത്താവ് ഉണ്ടാകുന്ന മകൻ. ഷുഅബയുടെ കൂടെ അദ്ദേഹത്തിന്റെ പോറ്റുപുത്രനായിരുന്നു ഈ മുഹമ്മദ് ബിൻ ജഅഫർ. ഗുന്ദർ എന്നറിയപ്പെട്ടിരുന്ന മുഹദ്ദിസാണ് മുഹമ്മദ് ബിൻ ജഅഫർ. അദ്ദേഹത്തിൽ നിന്നാണ് അഹ്മദ് റിവായത്ത്. ഹദ്ദസന ഔഫ്, അദ്ദേഹം ഔഫിൽ നിന്ന്, ഔഫ് എന്നാൽ ഔഫ് ബിൻ അബി ജമീല എന്നു പേരുള്ള വേറൊരു മുഹദ്ദിസാണ്. ഹദ്ദസന ഹയ്യാൻ ഇബ്നുൽ അലാ, ഹയ്യാൻ ഇബ്നുൽ അലായിൽ നിന്നാണ് അദ്ദേഹം റിവായത്ത് ചെയ്യുന്നത്. ഹയ്യാൻ ഇബ്നുൽ അലാ അദ്ദേഹം ബസ്രക്കാരനാണ്, ബസ്രിയായ ഒരു മുഹദ്ദിസാണ്. ഹദ്ദസന ഖുത്ൻ ഇബ്നു ഖബീസ, ഖത്തൻ ഇബ്നു ഖബീസ ഇതൊരു താബിഇയാണ്. അദ്ദേഹത്തിന്റെ ഉപ്പ ഖബീസ സഹാബിയാണ്. ഖബീസ ഇബ്നുൽ മുഖാരിഖ് എന്നാണ് സഹാബിയുടെ പേര്. അത് കേൾക്കാത്ത ഒരു സഹാബിയാണ് ഖബീസ ഇബ്നു മുഖാരിഖ് റളിയല്ലാഹു അൻഹു. قال അദ്ദേഹം പറഞ്ഞു: അന്നഹു സമിഅ النبي صلى الله عليه وسلم يقول, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു. എന്താണ് പറഞ്ഞത്? ഇന്നൽ അയാഫത വത്തറഖ വത്തീറത മിനൽ ജിബ്ത്. അയാഫ, തറഖ്, തീറ ഇതൊക്കെ ജിബ്തിൽപ്പെട്ടതാണ്. ജിബ്ത് എന്നാൽ ശൈത്താന്റെ പ്രവർത്തനങ്ങളിൽപ്പെട്ട സിഹറിന്റെ ഇനമായ കാര്യങ്ങളാണ് ഇതൊക്കെ. അയാഫ, തറഖ്, തീറ. നോക്ക്, താഴെ അതിന്റെ വിശദീകരണം ഷെയ്ഖ് തന്നെ കൊടുക്കുന്നു. ഖാല ഔഫ് പറഞ്ഞു, ഈ ഹദീസിന്റെ സനദിലുള്ള ഔഫ് ബിൻ അബി ജമീല അദ്ദേഹം ഇത് വിശദീകരിക്കുന്നു. എന്താണ് അയ്യാഫ എന്നാൽ? സജ്റു തയ്ർ. തയ്ർ എന്നാൽ പക്ഷി. സജ്ർ ചെയ്യാന്ന് പറഞ്ഞാൽ അതിനെ കൊണ്ട് സജ്ർ ചെയ്യുക എന്നാൽ തടുക്കുക, അകറ്റുക എന്നൊക്കെയാണ് അതിന്റെ അർത്ഥം. പക്ഷിയെ കൊണ്ട് അകറ്റുക, അഥവാ പക്ഷിയെ നോക്കിയിട്ട് ചില കാര്യം ചെയ്യും, ചില കാര്യം ഒഴിവാക്കും. അത് തീറത്ത് എന്നാണ് അതിന് പറയാം. അത് ഷിർക്കിൽ ഉൾപ്പെടുന്ന കാര്യമാണ്. അത് ഷിർക്കാകുന്ന പ്രവർത്തനമാണ്. പക്ഷിയെ നോക്കി ഒരാൾ ഹൈറും ഷറും തീരുമാനിക്കാം. മുസ്ലിമീങ്ങൾക്കിടയിൽ വരെ അവർ സംസാരമുണ്ട്. മൈന രണ്ടെണ്ണത്തിനെ കണ്ടാൽ ഇങ്ങനെ, ഒറ്റ എണ്ണത്തിനെ കണ്ടാൽ അങ്ങനെ, ഇരട്ടെണ്ണത്തിനെ കണ്ടാൽ ഇങ്ങനെ. ഇതൊക്കെ ജാഹിലിയത്താണ്.
തീറത്ത ഞാൻ നോക്കാൻ പാടില്ല. അല്ലാഹു സുബ്ഹാനഹു വതആല അവനല്ലാതെ ദുർറോ നഫ്ഓ വരുത്താൻ മറ്റൊരാൾക്കും സാധ്യമല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ ഒന്നും പഠിപ്പിച്ചിട്ടില്ല. അത് നോക്കിയിട്ട് ഖൈറും ശർറും തീരുമാനിക്കുക തെറ്റായ കാര്യങ്ങളാണ്, ശൈത്താന്റെ പ്രവർത്തനങ്ങളിൽപ്പെട്ടതാണ്. അടുത്തത് അയ്യാഫ് എന്നാൽ ദജുൽ തയ്യർ, പക്ഷിയെ നോക്കി ഇങ്ങനെയുള്ള പ്രവർത്തനം ചെയ്യാം. തർഖ് എന്നാൽ അൽ ഖത്തു യുഖത്തു ഫിൽ അർദ്. തർഖ് എന്നാൽ അതിന്റെ ഉദ്ദേശം അൽ ഖത്തു യുഖത്തു ഫിൽ അർദ്. ഖത്ത് എന്നാൽ വര വരക്കുക, യുഖത്തു ഫിൽ അർദ് ഭൂമിയിൽ വരക്കുക എന്ന് പറഞ്ഞാൽ ചില ആളുകളുണ്ട്, അവരടുത്ത് എന്തെങ്കിലും കാര്യം അറിയാൻ വേണ്ടി ആളുകൾ ചെല്ലും, കാണാതായ എന്തെങ്കിലും വസ്തു അല്ലെങ്കിൽ ഇന്നൊരു കാര്യത്തിൽ ഞാൻ എന്ത് ചെയ്യണം. അപ്പോൾ മൂപ്പര് മരുഭൂമിയിലെ മണലെടുത്തിട്ട് മൂന്നാല് വര വരച്ചിട്ട് ഒരു കോല് അതിനെ കൊണ്ട് എറിയുകയോ അങ്ങനെ ചില പ്രവർത്തനങ്ങൾ ചെയ്യും. എന്നിട്ട് പറഞ്ഞു കൊടുക്കുക ഇന്നതാണ് ചെയ്യണം. അതിനാണ് തർഖ് എന്ന് പറയുക. അതുപോലെ തീറത്ത് എന്ന് പറഞ്ഞാലും ഈ പക്ഷി ശകുനം നോക്കുന്നതിന്റെ ഒരു വേറൊരു വകുപ്പ് തന്നെയാണ് എന്ത് തീറ. പക്ഷിയെ കൊണ്ടുള്ള പരിപാടി ഒക്കെ പല പേരുകൾ ഉണ്ടാവല്ലോ. പലതിനും ഒരേ കാര്യം തന്നെ ചിലപ്പോൾ വേറെ വേറെ പേരുകളിൽ അറിയപ്പെട്ടേക്കാം. ഇങ്ങനത്തെ പ്രവർത്തനങ്ങൾ കൂടോത്രം, മാരണം എന്നൊക്കെ പറയുന്നത് പോലെ സിഹറിന് വേറെ വേറെ പേരുകളുണ്ടല്ലോ എന്നതുപോലെ ഇതൊക്കെ മിനൽ ജിബ്തിൽപ്പെട്ടതാണ്. എന്താണ് ജിബ്? താഴെ കൊടുത്തിട്ടുണ്ട്. വൽ ജിബ്തു ഖാലൽ ഹസൻ, ഹസൻ പറഞ്ഞു, ഹസൻ യാനി ഹസനുൽ ബസ്രി, താബിഈയായ ഹസനുൽ ബസ്രി പറഞ്ഞു റന്നത്തു ശൈത്താൻ, ശൈത്താന്റെ റന്നത്താണ് ഇതൊക്കെ. റന്നത്ത് എന്നാൽ സൗത്ത്, ശബ്ദം, ശൈത്താന്റെ ശബ്ദങ്ങളാണ് ഇതൊക്കെ. സെഹറിന്റെ ഭാഗമാണ് ഇതെല്ലാം. ഇസ്നാദുഹു ജയ്യിദ്, മുഹമ്മദ് അബ്ദുൽ വഹാബ് പറയുന്നു ഇതിന്റെ സനദ് ജയ്യിദായ സനദാണ്. വലിയ അബൂ ദാവൂദ് വന്നസായി വബ്നു ഹിബ്ബാൻ ഫീ സഹീഹിൽ മുസ്നദ് മിൻ, അതുപോലെ ഇത് തന്നെ റിവായത്ത് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇത് തന്നെ റിവായത്ത് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ആരിൽ നിന്നാണ്? വലിയ അബൂ ദാവൂദ് വന്നസായി, അബൂ ദാവൂദിൽ വന്നിട്ടുണ്ട്, നസായിയിൽ വന്നിട്ടുണ്ട്. വബ്നു ഹിബ്ബാൻ വേറെ മുഹദ്ദിസാണ്, അദ്ദേഹത്തിന്റെ സഹീഹിൽ വന്നിട്ടുണ്ട്. അൽ മുസ്നദ് മിൻ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൽ നിന്ന് സനദോടെ ഇത് റിവായത്ത് ചെയ്യപ്പെട്ടിട്ടുണ്ട്. എന്താണ് ഈ പറയപ്പെട്ട പ്രവർത്തനങ്ങൾ? ഇതെല്ലാം തന്നെ ശിർക്കിലേക്ക് എത്തിക്കുന്ന പ്രവർത്തനങ്ങളാണ്, സിഹറിന്റെ ഇനങ്ങളാണ്. ഓരോ നാട്ടിലെത്തും ഇതിന് ഓരോ പോലെയായിരിക്കും. ശിർക്ക് അങ്ങനെയാണ്, തൗഹീദ് എല്ലായിടത്തും ഒന്നാണ്. കാരണം അല്ലാഹു സുബ്ഹാനഹു വതആല അവനെ ഇബാദത്ത് ചെയ്യുക റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതുപോലെ ഇതെല്ലായിടത്തും ഒന്നാണ്. അല്ലാഹു അതുപോലെ അവന്റെ ദീൻ, അവന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇതാണ് ഇസ്ലാം ദീനിന്റെ അടിസ്ഥാനങ്ങൾ. ഉസൂൽ സലാസ, 3 അസ്ലുകൾ ഇതാണ്. ഒന്ന് മഅരിഫത്തുൽ അബ്ദി റബ്ബ, 2 മഅരിഫത്തുൽ അബ്ദി ദീന, വമഅരിഫത്തുൽ അബ്ദി നബിയഹു മുഹമ്മദൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒന്നൊരുത്തൻ തന്റെ റബ്ബിനെ അറിയുക. ആരാണ് റബ്ബ്? നമ്മയും എല്ലാത്തിനെയും പടച്ച അല്ലാഹു സുബ്ഹാനഹു വതആല, അവനെ മാത്രം ഇബാദത്ത് ചെയ്യുക, അവനല്ലാതെ ഇലാഹില്ല. വമഅരിഫത്തുൽ അബ്ദി ദീന, അള്ളാഹുവിന്റെ ദീൻ ഇസ്ലാം അതറിയുക, ആ ദീൻ മാത്രമാകുന്നു ഹക്ക്. ബാക്കി അല്ലാത്ത മുഴുവൻ ദീനുകളും മനുഷ്യരുണ്ടാക്കിയതാണ്, അല്ലെങ്കിൽ അള്ളാഹു ഇറക്കിയ ദീൻ അവർ മാറ്റിയതാണ്. അതെല്ലാം നരകത്തിലേക്കുള്ള വഴിയാണ്. ഇസ്ലാമിലേക്ക് വന്നാലല്ലാതെ ഒരാൾക്കും രക്ഷയില്ല, ഒരാളും സ്വർഗത്തിലേക്ക് പോവുകയില്ല. ഇതാണ് 2ാമത്തെ അസ്ൽ. 3ാമത്തെ അസ്ൽ എന്താണ്? മഅരിഫത്തുൽ അബ്ദി നബിയഹു മുഹമ്മദൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരാൾ തന്റെ നബിയായ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അറിയുക. ആരാണ്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലുള്ളാഹ് പഠിപ്പിച്ചതുപോലെ മാത്രം അള്ളാഹിനെ ഇബാദത്ത് ചെയ്യുക, അവനവന് തോന്നിയതുപോലെ ചെയ്താൽ പോരാ. ഇതാണ് ഇസ്ലാമിന്റെ 3 അസ്ലുകൾ. ഇതാണ് ഖബറിൽ ചോദ്യം ചെയ്യപ്പെടുക. മർ റബ്ബുക് വമാ ദീനുക് വമൻ നബിയുക്. ഖബറിലെ ചോദ്യങ്ങൾ ഇതാണ്. അതിനുള്ള ഉത്തരം ഇതനുസരിച്ച് ജീവിച്ചവനല്ലാതെ പറയാൻ സാധിക്കുകയില്ല. അല്ലാഹു റബ്ബി വൽ ഇസ്ലാമു ദീനി വ മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നബിയി. ഇതാണ് അൽ ഉസൂൽ സലാസ, 3 അസ്ലുകൾ. ഇത് തന്നെയാണ് നമ്മൾ പറയുന്നത് റദീതു ബില്ലാഹി റബ്ബൻ ബിൽ ഇസ്ലാമി ദീനൻ വബി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നബിയ്യ. അല്ലാഹുവിനെ റബ്ബായി, ഇസ്ലാമിനെ ദീനായി, മുഹമ്മദ് നബിയെ റസൂലായി ഞാൻ തൃപ്തിപ്പെട്ടിരിക്കുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. തൃപ്തി ഉണ്ടാവുക മഹബ്ബത്തോടെ മാത്രമാണ്. മഹബ്ബത്ത് ഉണ്ടെങ്കിലേ തൃപ്തിയുള്ളൂ. അത് ഞാൻ തൃപ്തി അടങ്ങിയിരിക്കുന്നു. വലിയ അജ്റുള്ള ദിക്റാണത്, വലിയ അജ്റുള്ള ദിക്റാണ്. രാവിലെയും വൈകുന്നേരം 3 തവണ ചൊല്ലൽ സുന്നത്താണ്. ഓരോ ബാങ്കിന് ശേഷവും ചൊല്ലൽ സുന്നത്താണ്.
ഒന്നുകിൽ ബാങ്കിന് ശേഷം അല്ലെങ്കിൽ അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് കേട്ടതിന് ശേഷം. രണ്ട് രീതിയിലും ഇത് ചൊല്ലാം. അല്ലാഹു അലം. റളീതു ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീനൻ വബിമുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നബിയ്യാ. ഇത് എല്ലായിടത്തും ഒന്നാണ്. അള്ളാഹുവിന്റെ ദീൻ എല്ലായിടത്തും ഒന്നാണ്. അവന്റെ അള്ളാഹു പഠിപ്പിച്ചത് അവന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. ശിർക്ക് നോക്ക്, ഓരോരുത്തുള്ളത് വേറെ വേറെ ആയിരിക്കും. ആചാരങ്ങൾ വേറെ വേറെ കോലത്തിലായിരിക്കും. വിശ്വാസം വേറെ വേറെ കോലത്തിലായിരിക്കും. പല രൂപത്തിൽ. ഒരാൾ നടക്കുമ്പോൾ ഒരു കറുത്ത പൂച്ച മുന്നിലോട്ട് ചാടിയാൽ അവൻ പോകില്ല. 3-4 വണ്ടിക്കാരൻ പോട്ടെ എന്നിട്ട് ഞാൻ പോകാം എന്ന് പറയും. അവിടെ നിൽക്കും. ഇങ്ങനത്തെ ആളുകൾ ഇതൊക്കെ ശിർക്കിൽ പെടുന്ന വിശ്വാസങ്ങളാണ്. ഒരിക്കലും മുസ്ലിം ഇങ്ങനെയുള്ള വിശ്വാസങ്ങളിൽ പെടാൻ പാടില്ല. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ദീനിൽ ഇതില്ല. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതുപോലെ അല്ലാതെ ഒരു ഖൈർ വരുത്താൻ നമുക്ക് കഴിയുകയില്ല. ഒരു ശർർ തടുക്കാൻ നമുക്ക് സാധിക്കുകയില്ല. അടുത്തത് വഅനി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം من اقتبس شعبة من النجوم فقد اقتبس شعبة من السحر زاد ما زاد. رواه أبو داود بسند صحيح. إمام أبو داود صحيحة سندور رواية ചെയ്യുന്നു എന്ന് പറഞ്ഞ് മുഹമ്മദ് അബ്ദുൽ വഹാബ് റിവായത്ത് ഉദ്ധരിക്കുന്ന ഹദീസാണിത്. അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് റിവായത്ത് ചെയ്യുന്നു. قال رسول الله صلى الله عليه وسلم അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു من اقتبس എന്നാൽ ഇഖ്തിബാസ് ചെയ്യുക എന്നാൽ അതിന്റെ അർത്ഥം ഇങ്ങനെ കൊളുത്തിയെടുക്കുക എന്നാണ്. ഒരു തീയുണ്ട്, അതിൽ നിന്ന് നമ്മളൊരു പന്തം കൊളുത്തിയെടുക്കുന്നു, അതിനെന്ത് പറയുന്നു? ഇഖ്തിബാസ് ചെയ്യുക. അതുകൊണ്ടാണ് മൂസ അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞത് ആതീകും മിൻഹാ ബിഖബസിൻ, ഞാൻ എന്തെടുത്തിട്ട് വരട്ടെ? ഒരു ഖബസ് എടുത്തിട്ട് വരട്ടെ. ഒരു യാത്ര ചെയ്യുമ്പോൾ ഒരു തീ കണ്ടല്ലോ ദൂരെ. ഹൽ അതാക ഹദീസു മൂസ ഇദ് നാദാഹു റബ്ബുഹു ബിൽ വാദിൽ മുഖദ്ദസി തുവ. ഹൽ അതാക ഹദീസു മൂസ എന്താണ്? إذ رأى نارا فقال لأهلهم كثوا إني آنست نارا لعلي آتيكم منها بقبس أو أجد على النار هدى. മൂസാ അലൈഹി സ്വലാത്തു വസ്സലാം മദീനയിൽ ചെന്നു, വിവാഹം ചെയ്തു, 10 വർഷം അവിടെ ആടുകളെ നയിച്ചു, എന്നിട്ട് യാത്ര പോവുകയാണ്. ആ സമയത്ത് നല്ല തണുപ്പുള്ള രാത്രിയാണ്, ഇരുട്ടുണ്ട്, നല്ല തണുപ്പുണ്ട്. അപ്പൊ അതാ ദൂരെ ഒരു വെളിച്ചം കാണുന്നു. അപ്പൊ തീ എടുക്കാൻ വേണ്ടി മൂസാ അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, നിങ്ങളോട് ആതീകും മിൻഹാ ബിഖബസ്, ഞാൻ കുറച്ച് ഒരു ഖബസ് എടുത്തിട്ട്. എന്താണ് ഖബസ്? ആ തീന്ന് കൊളുത്തിയെടുക്കുന്ന ഇതിനാണ് ഖബസ് എന്ന് പറയുക. ഇഖ്തിബാസ് അതിൽ നിന്നുണ്ടാകാം. ഇഖ്തബസറ എടുക്കുക, ഒന്നിൽ നിന്ന് കുറച്ചെടുക്കുക, അതിനാണ് ഇഖ്തിബാസ് എന്ന് പറയുക. ഒരു ഖബസ് എടുത്തിട്ട് വരട്ടെ എന്ന് പറഞ്ഞു മൂസ അലൈഹി സ്വലാത്തു വസ്സലാം പോയി. അവിടെ തനിക്കും കുടുംബത്തിനും ഉള്ള വെളിച്ചം, അതിനു വേണ്ടിയിട്ടാണ് മൂസ അലൈഹി സ്വലാത്തു വസ്സലാം ചെന്നത്. കിട്ടിയതാകട്ടെ മൂസാ നബിക്കും ബനൂ ഇസ്രായേലിയർക്കും മുഴുവനുമുള്ള വെളിച്ചമാണ്, വഹയാകുന്ന വെളിച്ചം. അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ വെച്ചിട്ടാണ് വഹി കൊടുക്കുന്നത്. ഇന്നി അന റബ്ബുക ഫഖ്ലഅന അലൈക ഇന്നക ബിൽ വാദിൽ മുഖദ്ദസി തുവ. മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിന് അല്ലാഹു വഹി കൊടുത്തു, ഇന്നനി അന അല്ലാഹു ലാ ഇലാഹ ഇല്ലാ അന ഫഅബ്ദുനി വഖിമിസ് സ്വലാത ലിദിക്രി വഖിമിസ് സ്വലാത ലിദിക്രി. അവിടെ വേറൊരു ഖിറാഅത്തുണ്ട് ലിദ്ദിക്റ എന്ന്. ആ ആയത്തിന് വേറെ ഖിറാഅത്തുണ്ട്. എന്താണ്? ലിദ്ദിക്റ. ഏതുപോലെ മാലിക് യൗമിദ്ദീൻ എന്ത് ഖിറാഅത്തുണ്ട്? മലിക് യൗമിദ്ദീൻ എന്നുള്ളതുപോലെ അവിടെ എന്ത് ഖിറാഅത്തുണ്ട്? ലിദ്ദിക്റ എന്ന് ഖിറാഅത്തുണ്ട്. ആയത്തിന്റെ ആ സൂറത്തിന്റെ ബാക്കി ആ ഭാഗത്തുള്ള ആയത്തുകളൊക്കെ അങ്ങനെയാണ് അവസാനിക്കുന്നത്, ഈ രൂപത്തിൽ. ഹൽ അതാക ഹദീസു മൂസ إذ رأى نارا فقال لأهلهم كثوا إني آنست نارا لعلي آتيكم منها بقبس أو أجد على النار هدى فلما أتاها نودي يا موسى إني أنا ربك فاخلعن عليك إنك بالوادي المقدس طوى وأنا اخترتك فاستمع لما يوحى إنني أنا الله لا إله إلا أنا فاعبدني وأقم الصلاة للذكرى. അങ്ങനെ ഖിറാഅത്തുണ്ട്. ആ ഖിറാഅത്ത് പ്രകാരം എന്താണ്? ഒക്കെ ഒരേപോലെയാണ് അവസാനിക്കുന്നത്. അല്ലാഹു തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ടല്ലോ 7 ഹർഫുകളിലാണ് ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. വ്യത്യസ്തമായ ഹർഫുകളിൽ ഉണ്ട്. അത് ആ ഖിറാഅത്തൊക്കെ സാബിത്താണ്.
ഉലമാക്കൾ പറയുന്നത് ഒരാൾ ഒരു നാട്ടിൽ പരിചിതമല്ലാത്തൊരു ഖിറാഅത്ത് പഠിച്ചിട്ടുണ്ടെങ്കിൽ അത് നാട്ടുകാരുടെ മുന്നിൽ ഇമാമത്തൊന്നും പെട്ടെന്ന് അത് ഓതിക്കളയരുത്. എന്താകും, ആളുകൾ തെറ്റിദ്ധരിക്കും. ആളുകൾ എന്താണ്, ഒന്നുകിൽ ആളുകൾ കുഴപ്പമുണ്ടാക്കും, അല്ലെങ്കിൽ ഇയാൾക്ക് എന്താണ് ഖുർആൻ അറിയില്ല എന്ന് വിചാരിക്കും. അതുകൊണ്ട് എന്താക്കരുത്, ജനങ്ങൾ ഫിത്നയിലാക്കുന്ന കോലത്തിൽ അത് ഓതരുത്. എന്നാൽ താലീമിന് വേണ്ടി, പഠിപ്പിക്കാൻ വേണ്ടി ഓതാം. ഇപ്പൊ എല്ലാവരും അതിനു വേണ്ടി വന്നിരിക്കുകയാണല്ലോ. അങ്ങനെ ഖിറാഅത്തിൽ വ്യത്യാസമുള്ള ഖിറാഅത്തുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഖിറാഅത്തുണ്ട്. അതുകൊണ്ടാണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സൂറത്തുൽ ഫുർഖാൻ ഓതി കൊടുത്തു. എന്നിട്ട് വേറൊരു സഹാബി നിസ്കാരത്തിൽ ഓതുന്നത് കേട്ടു. അപ്പൊ ചില വ്യത്യാസം. ഉമർ അള്ളാഹു പറഞ്ഞു, എനിക്ക് നിസ്കാരത്തിൽ പിടിച്ചു വലിക്കാൻ തോന്നി എന്ത് ഇങ്ങനെ ഓതുന്നത് കേട്ടപ്പോൾ. അപ്പോൾ നിസ്കാരം കഴിഞ്ഞവരെ മറിച്ച് ക്ഷമിച്ചു, പിടിച്ച് കൈ പിടിച്ചു കൊണ്ടുപോയി ഇവിടത്തേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്തേക്ക്. എന്നിട്ട് ഈ കാര്യം പറഞ്ഞു. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു അയാളെ വിട്ടേക്ക്. എന്നിട്ട് ചോദിച്ചു. അപ്പോൾ രണ്ടുപേർക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓതിക്കൊടുത്തതാണ് ചില വ്യത്യാസങ്ങളോടെ. അത് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇറക്കിയ വ്യത്യാസം, അള്ളാഹു അങ്ങനെ അവതരിപ്പിച്ച വ്യത്യാസമാണ്. വല്ലാഹു അലം. അങ്ങനെ സലഫുകൾ റിവായത്ത് ചെയ്തിട്ടുള്ള ഖിറാഅത്താണ് ആ ആയത്തിൽ ലിദിക്രി എന്നതിന് പകരം ലിദ്ദിഖ്റ എന്ന ഖിറാഅത്ത് ഇമാം മുസ്ലിമിന്റെ സഹീഹിൽ അങ്ങനെ റിവായത്ത് വന്നിട്ടുണ്ട്. മൻ ഇഖ്തബസ ശുഅബതൻ മിനൻ നുജൂം, ആരെങ്കിലും ഇഖ്തിബാസ് ചെയ്താൽ, എടുത്താൽ, പഠിച്ചാൽ, ശുഅബതൻ മിനൻ നുജൂം, നുജൂമിൽ നിന്ന്, നുജൂം എന്താണ്, നക്ഷത്രങ്ങൾ, നക്ഷത്രങ്ങളിൽ നിന്ന് ഒരു ശുഅബ, ഒരു ശാഖ, നക്ഷത്രത്തിന്റെ ഇൽം, അതാരെങ്കിലും പഠിച്ചാൽ, അതിനാണ് എന്ത് പറയുക, നക്ഷത്രഫലം, വാരഫലം. ഓരോരുത്തൻ ജനിക്കുന്നത് ഓരോ നക്ഷത്രത്തിൽ ഇവരുണ്ടാക്കിയതാണ്. എന്നിട്ട് ഓരോ ആഴ്ചയും പത്രത്തിൽ നോക്കും, അല്ലെങ്കിൽ അത് പറയാൻ വേണ്ടി ആളുകൾ ഉണ്ടാവും. ഏതാണ് നക്ഷത്രം, നിനക്ക് ഇന്ന ആഴ്ച ഇന്നതാണ്, ഒന്നിക്കൽ നിനക്ക് സമ്പത്തുണ്ടാകും, അല്ലെങ്കിൽ ജോലിയിൽ വർധനമുണ്ടാകും, അല്ലെങ്കിൽ ധനനഷ്ടം, മാനഹാനി, ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടാവും. ഇതൊക്കെ കുഫറാണ്. ഒരിക്കലും ഒരു മുസ്ലിം അത് വായിക്കാനോ അതിന്റെ ആളുകളുടെ വർത്താനം കേൾക്കാനോ പാടില്ല. കുഫറും ചുരുക്കുമാണ്. നക്ഷത്രങ്ങൾ മുൻഗാമികൾ പറഞ്ഞു, നുജൂം അല്ലാഹു സുബ്ഹാനഹു വ തആല 3 കാര്യത്തിലാണ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ആരെങ്കിലും 4ാമത് വല്ലതും എനിക്കറിയാമെന്ന് വാദിച്ചാൽ തെറ്റാണ്. ഒന്ന്, ആകാശത്തിന് സീനത്താണ്, വലഖദ് സയ്യന്ന അസ്സമാ, അല്ലാഹു ആകാശങ്ങൾ അലങ്കരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു. 2, എന്തിനാണ്, ശൈത്താന്മാരെ എറിയാൻ. ശൈത്താന്മാരെ അല്ലാഹു സുബ്ഹാനഹു വ തആല അതുകൊണ്ട് എറിയുന്നു. അത് ഖുർആനിൽ വന്നിട്ടുള്ളതാണ്. അല്ലാഹു വസ്സാഫാത്തി സഫ്ഫാ ഫസ്സാജിറാത്തി സജ്റാ ഫത്താലിയാത്തി ദിക്റാ ഇന്ന ഇലാഹക്കും ലവാഹിദ് റബ്ബുസ് സമാവാതി വൽ അർദി വമാ ബൈനഹുമാ വറബ്ബുൽ മശാരിഖ് ഇന്നാ സയ്യന്ന അസ്സമാഅ അദ്ദുനിയ ബിസീനത്തിനിൽ കവാകിബ് വഹിഫ്ളൻ മിൻ കുല്ലി ശൈത്താനിൻ മാരിദ് ലാ യസ്തമഊന ഇലൽ മലഇൽ ആലാ വയുഖ്ദഫൂന മിൻ കുല്ലി ജാനിബ് ദുഹൂറൻ വലഹും അദാബു വാഖിബ്. അവരെ അള്ളാഹു നക്ഷത്രങ്ങൾ കൊണ്ട് എറിയുമെന്ന് ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുള്ളതാണ്. മലക്കളുടെ സംസാരം കട്ട് കേൾക്കാൻ അവർ ചെല്ലുമ്പോൾ. 3ാമത്തത് വഴി മനസ്സിലാക്കാൻ വേണ്ടി, യാത്രയിൽ വഴി മനസ്സിലാക്കാൻ എന്തുപകരിക്കും, നക്ഷത്രങ്ങൾ ഉപകരിക്കും. 4ാമതൊന്ന് ആരെങ്കിലും ബാധിച്ചാൽ അവൻ തെറ്റാണ് പറഞ്ഞിരിക്കുന്നത്, സലഫുകളുടെ വാക്കാണ്. അത് ഈ 4ാമത്തെ വാദമാണിത്, നക്ഷത്രങ്ങളെ കൊണ്ട്. പിന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ പല ഹിക്മത്തുകളുണ്ട് അവയെ സൃഷ്ടിച്ചതിന്, അത് അവനറിയാം. അതല്ലാതെ അതുകൊണ്ട് നക്ഷത്രം കൊണ്ട് ഇങ്ങനെ പലതുമുണ്ട്, നക്ഷത്രം നോക്കി അതുകൊണ്ട് ഭാവി പറയുക, ഇതെല്ലാം കുഫറിന്റെ പ്രവർത്തനങ്ങളാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ആ ഇൽമ ആരെങ്കിലും പഠിച്ചാൽ ഫഖദ് ഇഖ്തബസ, അവൻ ഇഖ്തിബാസ് ചെയ്തിരിക്കുന്നത്, അവൻ എടുത്തിരിക്കുന്നത് ശുഅബതൻ മിന സിഹർ, സിഹറിന്റെ ഒരു ശാഖയാണ് അവൻ പഠിച്ചിരിക്കുന്നത്. ജാദ മാ ജാദ, അത് കൂടുന്നതോടും ഇതാണ് കൂടുന്നത്. ഇൽമുൻ നുജൂം അവൻ പഠിക്കുന്നതോറും അവൻ എന്താണ് പഠിക്കുന്നത്, സിഹറാണ് പഠിക്കുന്നത്. ഇൽമുൻ നുജൂം എത്ര എടുത്തുണ്ടോ അത്രയും സിഹറാണുള്ളത്. അപ്പൊ അത് പഠിക്കാൻ പാടില്ല, സിഹർ പഠിക്കാൻ പാടില്ല, അതുപോലെ ഇൽമുൻ നുജൂം പഠിക്കാൻ പാടില്ല. ഇങ്ങനെ ഉണ്ട് ഇൽം എന്ന് പറഞ്ഞ ആളുകൾ പഠിപ്പിക്കണം. ജ്യോതിഷം, ഇതാണ് ജ്യോതിഷം. അപ്പൊ പല രൂപത്തിലുണ്ടത്. നിങ്ങളുടെ ഈ ആഴ്ച എന്താണെന്നറിയാമോ, ഈ നമ്പറിൽ വിളിക്കൂ, ഓന് കച്ചവടമായി. അങ്ങനെ ഇതെല്ലാം മുസ്ലിമിന് ഒരിക്കലും പാടില്ലാത്ത കാര്യങ്ങളാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ വിലക്കിയിട്ടുള്ള കാര്യമാണ്, സിഹറിന്റെ കൂട്ടത്തിൽ എണ്ണിയിട്ടുള്ള കാര്യമാണ്.
അടുത്തത് വലിന്നസാഇ മിൻ ഹദീസ് അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു من عقد عقدة ثم نفث فيها فقد سحر ومن سحر فقد أشرك ومن تعلق شيئا وكل إليه من عقد عقدة ആരെങ്കിലും ഒരു കെട്ട് കെട്ടി ثم نفث فيها എന്നിട്ടതിൽ ഊതി فقد سحر അവൻ എന്താണ് ചെയ്തിട്ടുള്ളത് സിഹറാണ് ചെയ്തിട്ടുള്ളത് ومن سحر ആരെങ്കിലും സിഹർ ചെയ്താൽ فقد أشرك അവൻ ശിർക്കാണ് ചെയ്തിട്ടുള്ളത് ومن تعلق شيئا ആരെങ്കിലും വല്ലതും കെട്ടിത്തൂക്കിയാൽ എന്ത് സംഭവിക്കും ഊക്കില ഇലൈ അവൻ അതിലേക്ക് ഏൽപ്പിക്കപ്പെടും. ഈ ഹദീസിന്റെ സനദിന് ചില തകരാറുകൾ ഉള്ളതായി ഇമാം അഖ്റുജുൽ അൽബാനി റഹിമഹുല്ലാഹ് അദ്ദേഹം ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. പക്ഷെ ഈ ആശയം മറ്റ് ഹദീസുകൾ കൊണ്ട് സ്ഥിരപ്പെട്ട കാര്യമാണ്. എന്താണ്? ആരെങ്കിലും ഒരു കെട്ട് കെട്ടി എന്നിട്ട് അതിൽ ഊതി, അത് സെഹറാണ് ചെയ്തിട്ടുള്ളത്. അത് സാഹിറന്മാരുടെ പ്രവൃത്തിയാണ്. സെഹർ മനസ്സിലാക്കാനുള്ള ലക്ഷണമാണിത്. ചില ആളുകൾ പറയും അത് വളരെ നല്ല ഉസ്താദാണ്, തഹജ്ജുദ് നിസ്കരിക്കുന്ന ഉസ്താദാണ്, ഇത്രയും തഖ്വയുള്ള ഒരാളെ ഞാൻ വേറെ കണ്ടിട്ടില്ല, അദ്ദേഹമാണ് എനിക്ക് മന്ത്രിച്ചു തന്നിട്ടുള്ളത് എന്ന് പറയും. എന്നിട്ട് മൂപ്പരാണ് ഇത് എഴുതി തന്നിട്ടുള്ളത്. കടലാസ് എഴുതി കൊടുത്തിട്ടുണ്ടാവും. എന്താ എഴുതിയിട്ടുള്ളത്? കുറെ അക്ഷരങ്ങൾ, കുറെ ഹർഫുകൾ. എന്തായാലും അർത്ഥമില്ലാത്ത പല ഹർഫുകളും. സെഹറാണെന്നതിന്റെ ലക്ഷണമാണ്. അതുപോലെ കെട്ടുകെട്ടുക, ഊതുക, ഇങ്ങനത്തെ പ്രവർത്തനങ്ങളൊക്കെ സെഹറിന്റെ പ്രവർത്തനങ്ങളാണ്. അത് അങ്ങനെയുള്ള കാര്യത്തിനോട് അടുക്കാൻ നമുക്ക് പാടില്ല. ഇബ്നുൽ ഖയ്യിം അദ്ദേഹം പറഞ്ഞു, വമിൻ ശർരി നഫ്ഫാസാതി ഫിൽ ഉഖദ്, അല്ലാഹു സാഹിറത്തുകളായ സ്ത്രീകളെ കുറിച്ച് പറഞ്ഞെന്താ? ഊതുന്നവരുന്ന നഫ്ഫാസ, ധാരാളമായി ഊതുന്നവർ, ഫിൽ ഉഖദ്, കെട്ടുകളിൽ. കെട്ടിടുക, ഊതുക എന്നത് സെഹറിന്റെ പ്രവർത്തനമാണത്. ഇത് എന്താണ് ഇവർ ഇത് മുഖേന ചെയ്യുന്നത്? തവാഹിറുല്ലാത്തി യഫഅൽന ദാലിക് എന്ന് പറഞ്ഞാൽ ഈ ആയത്തിന്റെ ഉദ്ദേശം ഇത് ചെയ്യുന്ന സെഹർ ചെയ്യുന്ന സ്ത്രീകളാണ്. ഇബ്നുൽ ഖയ്യിം പറയുന്നു, വന്നഫസു ഹുവ നഫ്ഖു മഅർ-റീഖ്, റീഖോടെ ഉമിനീരോടെ ഊതുന്ന ഊത്തിനാണ് നഫസ് എന്ന് പറയുക. വഹദൂന തഫൽ, തഫല എന്ന് പറയും. അത് കുറച്ചുകൂടി ഉമിനീര് ഏർപ്പിച്ചിട്ടുള്ള, അതിനാണ് തഫല എന്ന് പറയാം. കുറച്ചുകൂടി ഉമിനീര് തെറിപ്പിക്കുന്നതിന്. അതിൽ താഴെയാണ് നഫസ്. വന്നഫസു ഫിഅലു സാഹിർ, ഇത് സാഹിറിന്റെ പ്രവർത്തനമാണ്. فإذا تكيفت نفسه بالخبث والشر الذي يريده بالمسحور, അവന്റെ വൃത്തികേടും സിഹറും ഒക്കെ ഒരുമിച്ച് കൂട്ടിയാൽ, അവന്റെ നഫ്സിലൊക്കെ സിഹറിന് വേണ്ട കാര്യങ്ങളൊക്കെ അവന്റെ ഉള്ളിൽ ഒരുമിച്ച് കൂട്ടി, എന്നിട്ട് ബിൽ മസ്ഹൂർ, ആരെയാണോ സിഹർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അവരെ, വയസ്തഈനു അലൈഹി ബിൽ അർവാഹിൽ ഖബീസ, വൃത്തികെട്ട റൂഹുകളായ ശൈത്താന്മാരോട് അവൻ അതിന് സഹായവും തേടും. നഫഖ ഫീ തിൽകൽ ഉഖദ, എന്നിട്ട് ഈ കെട്ടിൽ എന്താക്കും? ഊതും. നഫ്ഖൻ മഅഹു റീഖ്, ഉമിനീർ തെറിപ്പിച്ചിട്ടുള്ള ഊതൂതും. അങ്ങനെ ഇത് എല്ലാം കൂടി യോജിക്കുമ്പോൾ ചിലത് സംഭവിക്കും. അല്ലാഹു സുബ്ഹാനഹു വതആല അങ്ങനെയാണ് വിധിച്ചിട്ടുള്ളത്. അള്ളാഹുവിന്റെ ഖദർ അനുസരിച്ചിട്ട് സംഭവിക്കും. ഇതാണ് സിഹർ. അതുകൊണ്ട് അത് ചെയ്യാൻ പാടില്ല, അത് ശിർക്കാണ്. ആരെങ്കിലും വല്ലതിലേക്കും തവക്കുലാക്കിയാൽ, തഅല്ലുഖാക്കിയാൽ, തന്റെ ഖൽബ് അവൻ അതിനാണ് ഏൽപ്പിച്ചിട്ടുള്ളെങ്കിൽ അവൻ അതിലേക്ക് ഏൽപ്പിക്കപ്പെടും. അല്ലാഹു സുബ്ഹാനഹു വതആല അവന്റെ വക്കാലത്ത് ഒഴിയും. മറിച്ച് അള്ളാഹുവിലാണ് നമ്മൾ തഅല്ലുഖാക്കേണ്ടത്. നമ്മുടെ ഖൽബ് അള്ളാഹുവുമായാണ് ബന്ധിപ്പിക്കേണ്ടത്. അപ്പൊ ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ സിഹറിന്റെ പ്രവർത്തനങ്ങളാണ്. ഇങ്ങനെ ഒരു അറിയാത്ത മന്ത്രങ്ങൾ ചൊല്ലുക, അർത്ഥമില്ലാത്ത ദിക്റുകൾ ചൊല്ലുക, പല പേരുകൾ വിളിക്കുക, അങ്ങനെയുണ്ട്. ജിബ്രീലും മീകായിൽ എന്ന് പറയുന്നത് പോലെ ചില ദർഗകളിൽ അതുപോലത്തെ കുറെ പേരുകൾ. എന്ന് മാത്രമേ കേൾക്കുള്ളൂ, വേറെന്തൊക്കെയോ വിളിക്കും. ആരെയാണ് വിളിക്കുന്നത്? ചിലപ്പോ ചില ശൈത്താന്മാരുടെ പേരുകളും പഠിച്ചു വെച്ചിട്ടുണ്ടാവും. ശൈത്താൻ പിന്നെ പേരുണ്ടാവല്ലോ, ഇസ്മല്ലാഹ് ഉണ്ടല്ലോ. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസുകൾ പല ശൈത്താന്മാർക്ക് പല പേരും പറഞ്ഞിട്ടുണ്ട്. അത് ഇന്ന പേരുള്ള ശൈത്താനാണ് എന്ന് പറഞ്ഞ ഹദീസുകൾ വന്നിട്ടുണ്ട്. എന്ന് പറഞ്ഞ പോലെ ഒരു തിരിച്ചറിയാൻ പരസ്പരം വിളിക്കുന്ന പേരുണ്ടാവും, അതായിരിക്കും വിളിക്കുന്നത്. എന്തൊക്കെയോ പേരുകൾ നമ്മളാരും കേട്ടിട്ടില്ല. കേൾക്കുന്ന ആളുകൾ വിചാരിക്കും അള്ളാഹിനെ വിളിക്കുന്നതായിരിക്കും, അല്ലെങ്കിൽ ചിലർ വിചാരിക്കും ഔലിയാക്കന്മാരെ വിളിക്കുന്നതായിരിക്കും. അങ്ങനെ വിളിക്കാതെ വിചാരിക്കുന്ന യഥാർത്ഥത്തിൽ വിളിക്കുന്ന ആരാ? ശരിയായ ശൈത്താനെ തന്നെ നേരിട്ട് വിളിക്കുകയായിരിക്കും വരാൻ വേണ്ടി. അപ്പൊ ഇതൊക്കെ ഇങ്ങനെ അർത്ഥമില്ലാത്ത പ്രവർത്തനങ്ങൾ ഇതെല്ലാം സിഹറിൻ്റെതാണ്.
ചോദിച്ചാൽ പറഞ്ഞുതരുമോ നിങ്ങൾ ആരെ വിളിച്ചത്, എന്ത് ദിക്റാക്കേണ്ടത്, ഏത് കിതാബിലുള്ളത് അത് പറയുമോ? ഇല്ല, അത് മൊയിലായിരിക്കുള്ളതാണ്, അത് മുസ്ലിമാർക്ക് മാത്രം, നമുക്ക് പറഞ്ഞില്ല. സിഹ്റ ഇസ്ലാമിൽ ഇങ്ങനത്തെ യാതൊരു സംഗതിയില്ല. ഇങ്ങനത്തെ സംഗതികൾ ചിലർക്ക് മാത്രം, അത് വേറെ ആർക്കും പഠിക്കാൻ പറ്റൂല. ഇങ്ങനത്തെ ഒരു സംഗതി ഇസ്ലാമിലില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത് തറക്തുക്കും അലൽ ബൈളാ ലൈലുഹാ കനഹാരിഹാ ലാ യസീഗു അൻഹാ ബഅദി ഇല്ലാ ഹാലിക്. ഞാൻ നിങ്ങളെ ഉദ്ദേശിച്ചു പോകുന്നത് വെളുത്തൊരു രേഖയിലാണ്, അതിന്റെ രാത്രി പോലും പകൽ പോലെ പ്രശോഭിതമാണ്. പഠിക്കാൻ ഇറങ്ങിയോ ആർക്കും പഠിക്കാം, അല്ലാതെ ഇന്നാൾക്ക് മാത്രമേ കിട്ടുള്ളൂ, ഇന്നാളടുത്ത് പോയാൽ മാത്രമേ കിട്ടുള്ളൂ, അങ്ങനെ ഒരു ഇൽമ് ഇസ്ലാമിലില്ല. മറിച്ച് ആ പഠിച്ച ആളടുത്ത് ആര് പോയാലും ആ ഇൽമ് പഠിക്കാൻ സാധിക്കും എന്നതാണ് അള്ളാഹുവിന്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ. അതല്ലാതെ ഇങ്ങനെ ചിലർക്ക് മാത്രം, ചിലർ ചെയ്താൽ മാത്രം, അവന്റെ മുരീദായാൽ മാത്രം പഠിപ്പിച്ചു തരുന്ന ഒരു ഇൽമ്, അങ്ങനെ ഒരു ഇൽമ് ഇസ്ലാമിലില്ല. ചില രഹസ്യങ്ങൾ ചിലർക്ക് മാത്രമേ പറഞ്ഞു കൊടുക്കുള്ളൂ, അത് ഇസ്ലാമിലില്ല. മറിച്ച് പഠിക്കാൻ തയ്യാറായ അള്ളാഹുവിന്റെ തൗഫീഖുകൾ ആർക്കും പഠിക്കാൻ പറ്റിയത് മാത്രമാണ് ഇസ്ലാം. എന്താണ് ഈ ദീനിന്റെ അസ്ൽ? ഖാല അല്ലാഹു വഖാല റസൂൽ, അള്ളാഹു പറഞ്ഞു, അവന്റെ റസൂൽ പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതാണ് ഇസ്ലാം ദീൻ. പിന്നെ ദലീലുകളുടെ ഇജ്മാഉം ഖിയാസും, പക്ഷെ അതൊന്നും സ്വതന്ത്രമായ തെളിവല്ല, മറിച്ച് ഖുർആനെയും സുന്നത്തിനെയും ആശ്രയിച്ച് നിൽക്കുന്ന തെളിവ് മാത്രമാണ്. ഇജ്മാഉം ഖിയാസും എന്തല്ല, സ്വതന്ത്രമായ ദലീലുകളല്ല. ഖുർആനും അള്ളാഹുവിന്റെ ഖൗൽ, അവന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖൗൽ മാത്രമാണ് സ്വതന്ത്രമായ തെളിവുകൾ, ഒന്നിനെയും ആശ്രയിച്ച് നിൽക്കാത്ത തെളിവുകൾ. ഇജ്മാഉം ഖിയാസൊക്കെ എന്തിനെ ആശ്രയിച്ച് നിൽക്കുന്നു? ഖുർആനെയും സുന്നത്തിനെയും ആശ്രയിച്ച് നിൽക്കുന്നു. ആ ഖുർആനും സുന്നത്തും ഈ ഉമ്മത്തിന്റെ സലഫ്, ഈ ഉമ്മത്തിലെ മുൻഗാമികൾ, അസ്സലഫു സ്സാലിഹ്, സഹാബത്ത് റളിയല്ലാഹു അൻഹും, അവർ മനസ്സിലാക്കിയതുപോലെ മനസ്സിലാക്കുക. ഇതാണ് ഇസ്ലാം ദീൻ. അതല്ലാതെ ഇവർക്ക് വേറൊരു സിൽസിലയിലൂടെ കിട്ടിയത്. ഇവരെ ചില ആളുകൾ മരിച്ചാൽ കവറടക്കല്ലേ എന്ന് പറയും, കുപ്പി കൊണ്ടുവന്നിട്ടില്ല. കുപ്പിയിൽ ഇയാളുടെ സിൽസിലയുണ്ട്, ഇയാളുടെ ഷെയ്ഖ് ഇന്നാണ്, ഇയാളുടെ ഷെയ്ഖ് ഇന്നയാൾ, ഇയാളുടെ ഷെയ്ഖ് ഇന്നയാൾ, അയാളുടെ ഷെയ്ഖ് മൊയ്തീൻ ഷെയ്ഖ്. അപ്പോൾ ഇത് ഖാദിരിയ തരീഖത്തിന്റെ കാര്യമായ ആളാണ്. എന്നിട്ട് ആ സിൽസില കുപ്പിയിലാക്കിയിട്ട് ഖബറിൽ വെച്ച് കൊടുക്കും. എന്നിട്ടേ ഖബറടക്കാൻ പാടുള്ളൂ ഇവരുടെ തരീഖത്തിൽ കൂടിയ ആളുകളുടെ. ഇതെന്ത് ഇസ്ലാമാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്ത് പഠിപ്പിച്ച അവരുടെ ദീനിൽ ഇങ്ങനെ ഉണ്ടോ? റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്ത് ഇത് എഴുതിട്ട് വെച്ചിട്ടാണോ അവരെ ഖബറടക്കിയിട്ടുള്ളത്? സുബ്ഹാനല്ലാഹ്, ഇതൊന്നും ഇസ്ലാമിലില്ലാത്ത വൃത്തികെട്ട പ്രവർത്തനങ്ങളാണ്. കുഫാറുകളിൽ നിന്ന് പഴച്ച കക്ഷികൾ ഇസ്ലാമിലേക്ക് കടത്തിക്കൊണ്ടുവന്ന കാര്യങ്ങൾ, ഇതൊന്നും ഇസ്ലാമിലില്ല. കുപ്പിയിലാക്കി വെക്കുന്നു, ചെതല് പിടിക്കാണ്ടിരിക്കാനായിരിക്കും കുപ്പിയിലാക്കി. കടലാസ് അങ്ങനെ തന്നെ വെച്ചാൽ ചിലപ്പോ ചെതല് പിടിച്ചാലോ, അല്ലാഹു അലം. അതിങ്ങനത്തെ പ്രവർത്തനങ്ങൾ ഇസ്ലാമിലില്ലാത്തതാണ്. അടുത്തത് وعن ابن مسعود رضي الله عنه أن رسول الله صلى الله عليه وسلم قال ألا أنبئكم ما العظم هي النميمة القالة بين الناس. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു റിവായത്ത് ചെയ്യുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല ഉനബ്ബിഉക്കും, ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെ, മൽ അള്ള് എന്താണെന്ന്, അള്ളഹ് എന്താണെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെ. അള്ളഹ് എന്നാൽ അതിന്റെ അർത്ഥം ബുഹ്ത് എന്നാണ്. ബുഹ്ത് എന്നാൽ പച്ചക്കളവ്, ഒരു സത്യവുമായി യാതൊരു ബന്ധവുമില്ലാത്ത കളവിനാണ് ബുഹ്ത് എന്ന് പറയുന്നത്. സുബ്ഹാനക ഹാദാ ബുഹ്താനുൻ അളീം. ആയിഷ റളിയല്ലാഹു അൻഹയെ കുറിച്ച് മുനാഫിക്കുകൾ അപവാദം പറഞ്ഞപ്പോ അള്ളാഹു പറഞ്ഞില്ല, നിങ്ങൾക്കത് കേട്ടപ്പോൾ ഇങ്ങനെ പറഞ്ഞുകൂടായിരുന്നു, സുബ്ഹാനക ഹാദാ ബുഹ്താനുൻ അളീം. ഇത് വ്യക്തമായ ബുഹ്താൻ എന്താ? വ്യക്തമായ കളവ്, ഒരു വെള്ളം ചേർക്കാത്ത കളവ്, പച്ചക്കളവ്. അങ്ങനത്തെ ബുഹ്ത് എന്താണ്? ബുഹ്ത് എന്നാണ് അള്ളഹിന്റെ അർത്ഥം. അള്ളഹ് എന്താണെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെ. ഹിയ നമീമ, അതെന്താണ്? നമീമത്താണ്. അൽ ഖാലതു ബൈനന്നാസ്, അൽ ഖാലതു ബൈനന്നാസ്, ജനങ്ങൾക്കിടയിലുള്ള കാലത്ത് എന്നാൽ നമുക്കെല്ലാവർക്കും അറിയാം, കൗലിൽ നിന്നുണ്ടായതാണ് കാല, സംസാരം. അത് അവരെ പരസ്പരം തെറ്റിക്കാനുള്ള കൗൽ, അതാണ് നമീമ. അത് അള്ളഹാണ്. അള്ളഹ് എന്നാൽ വ്യക്തമായ കളവാണ്. ഇതൊക്കെ എന്തിന്റെ ഭാഗമാണ്? സിഹർ ഇതിലുണ്ട്. നമീമത്തിന് എന്തുണ്ട്? സിഹറുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞില്ല, സംസാരത്തിന് എന്തുണ്ട്? സിഹറുണ്ട്. എന്താണ് സിഹർ? ലുഗത്തിൽ അതിന്റെ അർത്ഥം ഒരാളെ ഹക്കിൽ നിന്ന് തെറ്റിച്ചളയുക എന്നാണ്. അതിൽ തഹ്ബീബുമുണ്ട്, തബ്ഗീബുമുണ്ട്. തഹ്ബീബ് എന്താ? സ്നേഹം ഉണ്ടാക്കുക, ഇല്ലാത്ത സ്നേഹം അതുണ്ടാക്കുക. നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, പാടില്ലായിരുന്നു. അവർ തമ്മിൽ മഹബത്ത് പാടില്ല, ഹറാമാണ്. ആ മഹബത്ത് മോശമായ കാര്യത്തിലേക്ക് എത്തിക്കും. ഉദാഹരണത്തിന് ഒരു അന്യായ
പെണ്ണ്, അവളോട് ഒരു അന്യനായ പുരുഷനുണ്ടാകുന്ന മഹബ്ബ, അത് ഹറാമിലേക്ക് എത്തിക്കും. മാനസികമായിട്ട് ചില ആളുകൾക്ക് ഉണ്ടാവും. അള്ളാഹു സുബ്ഹാനഹു വ തആല അലിം അല്ലാഹു അന്നകും സതദ്കുറൂനഹുൻ, അള്ളാഹ്ക്ക് അറിയാം നിങ്ങൾ അവരെ ഓർക്കുന്നുണ്ട് എന്ന്. അത് മാനസികമായിട്ടുള്ളതാണ് മഹബ്ബ. പക്ഷെ അത് എന്താണ്, അതിന് അള്ളാഹു ശിക്ഷിക്കില്ല. അത് ഹറാമിലേക്ക് എത്തിയാൽ അള്ളാഹു ശിക്ഷിക്കും. അത് വേഗം ശർഈയായ മാർഗത്തിലേക്ക് കടക്കണം. കുട്ടികളാക്കി പെൺകുട്ടിയെ കണ്ട് മഹബത്ത് തോന്നി, അപ്പൊ എന്ത് ചെയ്യണ്ട്, ഓളെ ആലോചിച്ച് നടക്കാൻ പാടില്ല. അത് അവസാനം എന്തിലേക്ക് വരെത്തും? ഷിർക്കിലേക്ക് വരെത്തും. ദിനയിലേക്കല്ല, അതിന്റെ അപ്പുറത്തേക്ക് പോയിട്ട് എന്തിലേക്ക് എത്തും? ഷിർക്കിലേക്ക് എത്തും. പരിധി വിട്ടാൽ സംശയമില്ലത്. എത്രയോ തെളിവുകൾ അതിനുണ്ട്. സ്വന്തം ദീൻ വരെ ജനങ്ങൾ കളയും അതിനുവേണ്ടി. ദീൻ കളയും. കാരണം പിന്നെ എങ്ങോട്ട് നോക്കിയാലും ഓളെ മാത്രമേ ഓർമ്മ വരുള്ളൂ. അതുകൊണ്ടാണ് പ്രേമിച്ച് പിന്നെ ഓളെ വിളിക്കാൻ എന്താ, അവളെ പേരെന്നല്ലോ ദേവീന്ന് വിളിക്കും. ഇലാഹിന്റെ പദവിയിലേക്ക് ഉയർത്തും. ഹഖീഖത്താണ്, യാഥാർത്ഥ്യമാണ്. അതിലേക്ക് എത്തിക്കും. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹം ഒരുപാട് സംസാരിച്ചിട്ടുണ്ട് അതിനെക്കുറിച്ച്. മഹബ്ബത്ത് ഷിർക്കിലേക്ക് എത്തി. ദിന ഇന്നല്ലേ, അതിന് താഴെയല്ലേ ദിന, അതിലേക്ക് എത്തിക്കും. ഇവൻ ദിനയിൽ എത്തുന്നതിന് മുമ്പ് ഇവന്റെ കൽബിൽ ഓളെ പൂജിക്കാൻ തുടങ്ങിയിട്ടുണ്ടാവും. നഊദു ബില്ലാഹ്, വളരെ അപകടം പിടിച്ച കാര്യമാണ്. അതുകൊണ്ട് നമ്മുടെ മഹബൂബ് ആരായിരിക്കണം? അല്ലാഹു സുബ്ഹാനഹു വ തആല ആയിരിക്കണം. അവനോടാണ് യഥാർത്ഥ ഹുബ്ബ്. എന്താണ് ആ ഹുബ്ബ്? അവനെ തഅളീം ചെയ്ത് അവനോടുള്ള യഥാർത്ഥ മഹബ്ബത്ത് എന്താണോ, അള്ളാഹുവിനോടുള്ള അമ്പിയാക്കൾക്കുണ്ടായ ഹുബ്ബ് എന്താണോ, അതാണ് യഥാർത്ഥ ഹുബ്ബ്. ഇബ്നുൽ ഖയ്യിം ഒരു കവിത പാടിയിട്ടുള്ളത് പോലെ എന്താണ്, മൽ ഹുബ്ബു ഇല്ലാ ലിൽ ഹബീബിൽ അവ്വലി, യഥാർത്ഥ ഹുബ്ബ് ആദ്യത്തെ മഹബൂബിനോടാണ്. അവനാരാണ്? അള്ളാഹുവാണ് സുബ്ഹാനഹു വ തആല. അപ്പോൾ വമിന الناس من يتخذ من دون الله اندادا يحبونهم كحب الله والذين آمنوا أشد حبا لله. മുഅ്മിനുകൾ ഏറ്റവും കഠിനമായി സ്നേഹിക്കുന്നത് അള്ളാഹുവിനാണ്. ശൈത്താൻ എന്താക്കും, ഇങ്ങനെ ഏതെങ്കിലും ഒരു പെണ്ണിനെയോ ആരെങ്കിലും കണ്ടത് അവളോടുള്ള ഹുബ്ബ് വളർത്തി അവസാനം റബ്ബിനേക്കാളും മുകളിലുള്ള ഹുബ്ബാക്കി വളർത്തും. വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അതിലേക്കൊന്നും പോകാൻ പാടില്ല. അതൊക്കെ എന്തിൽ നിന്നാണ്? തുടക്കം ശ്രദ്ധിക്കാത്തത് കൊണ്ടുണ്ടാകുന്നതാണ്. കണ്ണ് താഴ്ത്തുന്നില്ല, നോക്കിയിരുന്നു. അവസാനം നോട്ടം അതിന്റെ അപ്പുറത്തേക്ക് കടന്നു, അവസാനം കൽബിൽ പിടിമുറുക്കും. അതിനും നിൽക്കാൻ പാടില്ല. ഒരാൾക്ക് അങ്ങനെ വല്ല മഹബത്തും ഉണ്ടായാലും ശർഈയായ മാർഗം ഉപയോഗിക്കണം. പെൺകുട്ടിന്റെ വലിയനോട് പോയി എനിക്ക് കല്യാണം കഴിച്ചാൻ പറയണം, ആണുങ്ങളെ പോയി പറയണം. അതിനാണ് ധൈര്യം കാണിക്കേണ്ടത്. അല്ലാതെ വേറെ എന്തെങ്കിലും തോന്നിവാസം കാണിക്കാൻ വേണ്ടി ധൈര്യം കാണിക്കരുത്. ധൈര്യം എന്തിനാണ് കാണിക്കേണ്ടത്? നീ മാന്യമായി ചെന്നിട്ട് പറയാം എനിക്ക് കല്യാണം കഴിച്ചാരണം. അയാള് പിന്നെ എന്താണ് അള്ളാഹു ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിവാഹം ചെയ്തു തരും, അല്ലെങ്കിൽ പോട്ടെ. അള്ളാഹിന്റെ ഖദർ അല്ലാഹു മാ ശാഅ ഫഅൽ, അവൻ ഉദ്ദേശിച്ചത് അവൻ ചെയ്യും. നീ അള്ളാഹ്ക്ക് വേണ്ടി നിന്റെ മഹബത്ത് ഒഴിവാക്കുക. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വ തആല അതിനേക്കാളും ഖൈറായി നിനക്ക് പകരം തരും. ഇതാണ് ശർഈയായ മാർഗം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ഏതെങ്കിലും ഒരു പുരുഷൻ ദീനും ഖുലുഖും നിങ്ങൾ തൃപ്തിപ്പെടുന്ന, അഥവാ അവന്റെ ദീൻ നിങ്ങൾക്ക് തൃപ്തിയുണ്ട്, സ്വഭാവവും കുഴപ്പമില്ല, അങ്ങനെ ഒരു പുരുഷൻ നിങ്ങളെ മോളെ കല്യാണം ആലോചിച്ച് വന്നാൽ എന്താക്കുക, ഈ കൈ തീർക്കുക, അല്ലെങ്കിൽ വലിയ പശ്ചാത്തലം ഉണ്ടാവും. അപ്പൊ ഇങ്ങനെ ഒരുത്തൻ ഈ മഹബത്തിന്റെ അപ്പുറത്തേക്ക് നിങ്ങൾ പോകാൻ പാടില്ല. വലിയ അപകടം ഉണ്ടാക്കും. സുബ്ഹാനല്ലാഹ്, നഊദു ബില്ലാഹ്. അപ്പൊ ഇങ്ങനെ ഇങ്ങനത്തെ ഹബീബ് ഉണ്ടാക്കും ചില ആളുകൾ. ആരെയും വശീകരിച്ചു തരാം. സാഹിറുകൾ അവരുടെ പരസ്യവാചകം തന്നെ എന്താണ്? ആരെയും വശീകരിച്ചു തരാം. ആരെങ്കിലും വശീകരിക്കണം, അതിന് വേണ്ടിയിട്ട് അവളുടെ എന്തെങ്കിലും മുടി കൊണ്ട് കൊടുത്താൽ ഇവൻ വശീകരിച്ചു തരും. കാഫിറായി പോകുന്ന പ്രവർത്തനമാണ്. അതുപോലെ തബ്ഗീൽ ഉണ്ടാക്കും. തബ്ഗീൽ എന്താ? തെറ്റിക്കുക, ഭാര്യയും ഭർത്താവിനെയും പരസ്പരം തെറ്റിക്കുക. നമീമത്ത് അതിൽപ്പെട്ടതാണ്. എന്താണ് നമീമ? അതെ, നമീമത്ത് ഏഷണി സിഹറിൽപ്പെട്ടതാണ്. സിഹറിന്റെ ഭാഗമാണ്. കാരണം അത് ഹഖീഖത്തിൽ നിന്ന് ആളെ തെറ്റിച്ചു കളയും. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അലാ ഉനബ്ബിഉകും മൽഅൻ. എന്താണ് അള്ളാഹ് എന്ന് പറഞ്ഞാൽ? വലിയ കളവ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമീമ, അത് നമീമത്താണ്. അൽ ഖാലത്തു ബൈനന്നാസ്, ജനങ്ങൾക്കിടയിൽ പരസ്പരം തെറ്റിക്കുന്ന വർത്തമാനം, അതാണ് നമീമ. അത് സിഹറിൽപ്പെടുന്നു.
ولهما عن ابن عمر ولهما عن ابن عمر أن رسول الله صلى الله عليه وسلم قال ولهما എന്ന് പറഞ്ഞാൽ അവർ രണ്ടുപേർക്കുമുണ്ട്. അത് ഇമാം ബുഖാരി മുസ്ലിം റിവായത്ത് ചെയ്തിട്ടുണ്ട്. عن ابن عمر عبد الله بن عمر أن رسول الله صلى الله عليه وسلم قال إن من البيان لسحرا إن من البيان لسحرا സിഹർ ബയാനിൽ എന്തുണ്ട്? സിഹറുണ്ട്. എന്താണ് ബയാൻ? വിശദീകരണം. ഹക്ക് ബാത്തിലാക്കി അവതരിപ്പിക്കുന്ന, ബാത്തിൽ ഹക്കാക്കി അവതരിപ്പിക്കുന്ന വിശദീകരണം, അതിലെന്തുണ്ട്? സിഹറുണ്ട്. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ശക്തമായ ഭാഷയിൽ വിളക്കിയിട്ടുള്ളതാണ്. ഒരു ഹദീസ് ഇങ്ങനെയാണ് ഇമാം അബൂ ദാവൂദ് റിവായത്ത് ചെയ്യുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നല്ലാഹ യബ്ഗദുൽ ബലീഗ മിനർ റിജാൽ. അള്ളാഹു ബലീഗായ ചില ആളുകളെ വെറുക്കുന്നു. ബലീഗ് എന്നാൽ വളരെ നന്നായി സംസാരിക്കുന്നവൻ. എന്തിനു വേണ്ടി? ഹക്ക് ബാത്തിലും ബാത്തിൽ ഹക്കുവാക്കാൻ വേണ്ടി. അതല്ലാതെ ഹക്കിന് വേണ്ടി സംസാരിക്കുന്ന ആളുകൾ അവർ നന്നായി സംസാരിക്കാന്നുള്ളത് നല്ല കാര്യമാണ്. സാബിത്ത് ബിൻ ഖൈസ് ഇബ്നു ശമ്മാൻ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖതീബായിരുന്നു. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം മുസൈലിമത്തുൽ കദ്ദാബിന് അവന് മറുപടി പറയാൻ ആരെ ഏൽപ്പിച്ചു? സാബിത്ത് ബിൻ ഖൈസ് ബിൻ ശമ്മാസിനെ ഏൽപ്പിച്ചു. എന്തിനാണത്? സാബിത്ത് ബിൻ ഖൈസ് നല്ല ശബ്ദമുള്ള ആളായിരുന്നു, നന്നായി സംസാരിക്കുന്ന ആളായിരുന്നു. അപ്പോൾ ഹക്കിന് വേണ്ടി നന്നായി സംസാരിക്കുക എന്നത് നല്ല കാര്യമാണ്. അങ്ങനെ ഇസ്ലാമിൽ ശക്തമായ സംസാരത്തിൽ, ശക്തമായ ഖുത്ബ കൊണ്ട് അറിയപ്പെട്ട ഒരുപാട് ആളുകളുണ്ട്. ശക്തമായ സംസാരം, നല്ല സംസാരം കൊണ്ട് അറിയാം. അത് ഹക്കിന് വേണ്ടിയുള്ള സംസാരം, ബാത്തിലിന് വേണ്ടി അങ്ങനെ സംസാരിക്കാൻ പാടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബലീഗായി സംസാരിക്കുന്ന, വല്ലാതെ വിശദീകരിക്കുന്ന ആളുകളെ അള്ളാഹു വെറുക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു. അല്ലദീ യതഖല്ലലു ബിലിസാനിഹി. അതെന്താണ് ചെയ്യുന്നത്? തന്റെ നാവിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുന്നു. നാവ് കൊണ്ട് അമ്പിച്ച സംസാരം സംസാരിക്കും. കമാ തതഖല്ലലുൽ ബഖറതു ബിലിസാനിഹാ. ഏതുപോലെ? ബഖറ, പശു അതിന്റെ നാവ് കൊണ്ട് കളിക്കുന്ന കണ്ടിട്ടില്ലേ? എന്നതുപോലെ അത് ചവക്കുമ്പോൾ നാവ് അങ്ങോട്ടും ഇങ്ങോട്ടും മറിക്കുന്നത് പോലെ സ്വന്തം നാവ് കൊണ്ട് ബാത്തിൽ ഹക്കായി, ഹക്ക് ബാത്തിലുമായി അവതരിപ്പിക്കുന്ന ആളുകളെ അല്ലാഹു സുബ്ഹാനഹു തആല വെറുക്കുന്നുവെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഫീഹി മസാഇൽ, ഇതിലുള്ള മസ്അലകൾ എന്തൊക്കെയാണ്? അന്നൽ ഇയാഫത വത്തറഖ വത്തീറത മിനൽ ജിബ്ത്. നേരത്തെ പറഞ്ഞതുപോലെ ഇയാഫത്തും തറഖും തീറത്തും, പക്ഷിയെ കൊണ്ട് ശകുനം നോക്കുക, അതുപോലെ വരവരച്ച് ഭാവി പറയുക, ഇതൊക്കെ ജിബ്തിൽപ്പെട്ടതാണ്. ശൈത്താന്റെ ശബ്ദമാകുന്നു ഇതെല്ലാം, സിഹറിന്റെ ഭാഗമാകുന്നു ഇതെല്ലാം. അസാനി തഫ്സീറുൽ ഇയാഫത്തി വത്തർഖ്, ഇയാഫത്തും തർക്കും എന്താണെന്ന് അത് നമ്മൾ പറഞ്ഞു. അസാലിസ 3 അന്ന ഇൽമൻ നുജൂമി നൗഉൻ മിനസ് സിഹർ, സിഹറിന്റെ ഇനമാണ് ഇൽമുൻ നുജൂം, നക്ഷത്രങ്ങളെ കുറിച്ചുള്ള ഇൽം, ജ്യോതിഷം. റാബിഅ 4 അൽ അഖ്ദു മഅൻ നഫതി മിൻ ദാലിക്, കെട്ടിട്ടൂതുക എന്നത് ഈ സിഹറിന്റെ ഭാഗമാണ്. അൽ ഖാമിസ 5 അന്ന നമീമത മിൻ ദാലിക്, നമീമത്ത് ഇതിന്റെ ഭാഗമാണ്, അഥവാ സിഹറിന്റെ ഭാഗമാണ്. അസ്സാദിസ 6 അന്ന മിൻ ദാലിക ബഅദുൽ ഫസാഹ, ഫസാഹത്ത് എന്നാൽ നല്ല സംസാരം, ചില നല്ല സംസാരം. നല്ല സംസാരം എന്നാൽ ആളുകളെ മയക്കി കിടത്തുന്ന, ആളുകളെ ഒന്നാകെ അവരുടെ ചിന്തയാകെ മാറ്റിക്കളയുന്ന ചില സംസാരം, അത് സിഹറിൽപ്പെട്ടതാണ്. ഇതാണ് ഈ അധ്യായം. ഇനി കഴിഞ്ഞ ദർസിൽ നമ്മൾ പറഞ്ഞ ഒരു കാര്യം ഞാൻ പറഞ്ഞപ്പോൾ ഒരു കാര്യം വിട്ടുപോയി, അഥവാ ഇസ്ലാമിന്റെ ശിക്ഷകൾ. അത് 3 തരത്തിലാണുള്ളത് എന്ന് ഞാൻ പറഞ്ഞപ്പോൾ ഏതോ ഒന്ന് വിട്ടുപോയി. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ അദ്ദേഹം പറയുന്നു, ഇബ്നുൽ ഖയ്യിമിന്റെ അദ്ദാഉ വദ്ദവാ എന്ന കിതാബാണിത്, അൽ ജവാബുൽ കാഫി എന്ന പേരിലും ഇത് അറിയപ്പെടുന്നുണ്ട്. وقد تقدم أن العقوبة الشرعية شرعها الله سبحانه على قدر مقصدة الذنب وتقاضي الطبع لها. നേരത്തെ നമ്മൾ പറഞ്ഞു, അഥവാ ഈ കിതാബിൽ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, അള്ളാഹു ശിക്ഷ വെച്ചിട്ടുള്ളത് തെറ്റുകൾക്കനുസരിച്ചിട്ടാണ്. അതുപോലെ മനുഷ്യന് ആ തെറ്റ് ചെയ്യാൻ എത്ര ആഗ്രഹമുണ്ടോ അതിനോട് അനുസരിച്ചിട്ടാണ് അള്ളാഹു ശിക്ഷ വെച്ചിട്ടുള്ളത്. മനസ്സിലായ? അങ്ങനത്തെ തെറ്റുകൾക്കാണ് ശിക്ഷ. ഇപ്പൊ ഒരാൾ മയ്യിത്തായ ഒരു ശവം തിന്നു, അതിന് ശിക്ഷ ഉണ്ടോ? ചെയ്തത് ഹറാമാണ്, പക്ഷെ അതിനെന്തില്ല, ഈ ലോകത്ത് ശിക്ഷയില്ല. ഈ ലോകത്ത് ഇസ്ലാമിന്റെ ശറഈൽ ശിക്ഷയില്ല, കാരണം അത് പൊതുവെ ആളുകൾ വെറുക്കുന്നതാണ്. എന്നാൽ പൊതുവെ മനുഷ്യന് അവസരം കിട്ടിയാൽ ചെയ്യാൻ ശൈത്താന്റെ പ്രേരണയോടെ തോന്നുന്ന തെറ്റുകളുണ്ട്.
അതിനാണ് ഇസ്ലാമിൽ എന്തുള്ളത്, ഹദ്ദുള്ളത്, ശിക്ഷയുള്ളത്. ആ തെറ്റുകളൊക്കെ ചിന്തിച്ചാൽ നമുക്കത് മനസ്സിലാവും. മനുഷ്യന് ചില സമയത്തൊക്കെ ചെയ്യാൻ തോന്നിയേക്കും. ഒന്നുകിൽ അവന്റെ ശഹവത്ത് കൊണ്ട്, വികാരം കൊണ്ട്, അല്ലെങ്കിൽ അവന്റെ കോപം കൊണ്ട്, അല്ലെങ്കിൽ അവന്റെ മോഹം കൊണ്ട്, ഇതൊക്കെ കൊണ്ട് ചെയ്യാൻ തോന്നുന്ന തെറ്റുകൾക്കാണ് ഇസ്ലാമിൽ ഹദ്ദുള്ളത്. എന്നിട്ട് ഇബ്നുൽ ഖയ്യിം പറയുന്നു, വജഅലഹാ സുബ്ഹാനഹു സലാസത അൻവാ, അല്ലാഹു 3 രൂപത്തിലാണ് ഇസ്ലാമിലെ ശിക്ഷാമുറകൾ, ദുനിയാവിലെ ശിക്ഷകൾ ഏർപ്പെടുത്തിയിട്ടുള്ളത്. അൽ ഖത്ല വൽ ഖത്അ വൽ ജൽദ. ഒന്നൽ ഖത്ൽ, കൊല്ലുക എന്നുള്ളത്, കൊന്നവനെ ഇസ്ലാമിക ഭരണകൂടം കൊലപ്പെടുത്തണം. വിവാഹിതനായ വ്യഭിചാരിയും അങ്ങനെ തന്നെ. വൽ ഖത്അ, ഖത്അ എന്താ, മുറിച്ചളയുക, കട്ടവന്റെ കൈ മുറിക്കും, കൊള്ള നടത്തിയവന്റെ കൈയും കാലും മുറിക്കും. വൽ ജൽദ്, ജൽദ് എന്നാൽ അടി. ഈ 3 ഇസ്ലാമിലെ പ്രധാനപ്പെട്ട ശിക്ഷാ ഇനങ്ങൾ. പിന്നെ ഒന്ന് നാട് കടത്തുക എന്നതുണ്ട്. അവിവാഹിതനായ വ്യഭിചാരി, അവന് 100 അടിയും 1 വർഷം നാട് കടത്തലുമാണ് അവന്റെ ശിക്ഷ. പിന്നെയുള്ള ചില ശിക്ഷാമുറകൾ അത് ഭരണാധികാരിക്ക് മസ്ലഹത്തനുസരിച്ച് തീരുമാനിക്കാവുന്നതാണ്. ഉദാഹരണത്തിന് ഒരാളെ ജയിലിടുക പോലെയുള്ള കാര്യങ്ങൾ. ഇതൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല 3 ശിക്ഷാമുറകളാണ് പ്രധാനപ്പെട്ടത്. ഒന്ന് അൽ ഖത്ൽ, മറ്റൊന്ന് അൽ ഖത്അ, മറ്റൊന്ന് ജൽദ്. കൊലപാതകം, കൊല്ലുക, മുറിക്കുക, അതേപോലെ മുറിക്കുക, പിന്നൊന്ന് അടി. ഇത് ഞാൻ പറഞ്ഞപ്പോൾ മാറിപ്പോയിരുന്നു കഴിഞ്ഞ തരത്തിൽ. അസ്തഗ്ഫിറുല്ലാഹ അൽ അളീം വനതൂബു ഇലൈഹി. അടുത്തത് ബാബു മാ ജാഅ ഫിൽ കുഹാനി വനഹ്വിഹിം. ബാബു മാ ജാഅ ഫിൽ കുഹാനി വനഹ്വിഹിം, കുഹാനിനെ കുറിച്ച് വന്നിട്ടുള്ള, അതുപോലെ വനഹ്വിഹിം അവരെ പോലുള്ളവരെ കുറിച്ചും എന്താണ് ഖുർആനിലും സുന്നത്തിലും വന്നിട്ടുള്ളത്. ഇതാണ് അടുത്ത ബാബ്. റവാ മുസ്ലിം ഫി സഹീഹിഹി അൻ ബഅദി അസ്വാജി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ. ഇമാം മുസ്ലിം തന്റെ സഹീഹിൽ റസൂലുള്ളാഹിന്റെ ഭാര്യമാരിൽ ഒരാളിൽ നിന്ന് റിവായത്ത് ചെയ്യുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ അതാ അറാഫൻ. ഇവിടെ ഭാര്യ ആരാണെന്ന് പറഞ്ഞിട്ടില്ല, പക്ഷേ ഹഫ്സ റളിയല്ലാഹു അൻഹു ആണ് ഈ ഹദീസ് റിവായത്ത് ചെയ്തത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ അതാ അറാഫൻ, ആരെങ്കിലും ഒരു അറാഫിന്റെ അടുത്തേക്ക് ചെന്നു, ഫസഅലഹു അൻ ഷൈഇൻ, എന്നിട്ട് അവനോട് വല്ലതും ചോദിച്ചു, ഫസദ്ദഖഹു ബിമാ യഖൂൽ, അവൻ പറയുന്നത് ശരിവെക്കുകയും ചെയ്താൽ, ലം തുഖ്ബൽ ലഹു സ്വലാത്തു 40 യൗമാ, ഇവന്റെ 40 ദിവസത്തെ നിസ്കാരം സ്വീകരിക്കുകയില്ല. അത് മാത്രമാണോ? മാത്രമല്ല, അടുത്തത് വഅൻ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു അൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ, മൻ അതാ കാഹിനൻ, ആരെങ്കിലും ഒരു കാഹിനിന്റെ അടുത്തേക്ക് ചെന്നു, ഫസദ്ദഖഹു ബിമാ യഖൂൽ, അവൻ പറയുന്നത് സത്യപ്പെടുത്തി, പറയുന്നത് വിശ്വസിച്ചു, ഫഖദ് കഫറ, അവൻ കാഫറായിരിക്കുന്നു, ബിമാ ഉൻസില അലാ മുഹമ്മദിൻ, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അല്ലാഹു അവതരിപ്പിച്ചതിൽ അവൻ കാഫറായിരിക്കുന്നു. ഇമാം അബൂ ദാവൂദ് റിവായത്ത് ചെയ്ത ഹദീസാണ്. ഒന്നാമത്തെ ഹദീസിൽ, ആദ്യം വായിച്ച ഹദീസിന്റെ വേറെ ചില റിവായത്തുകൾ ഇങ്ങനെ വന്നിട്ടുണ്ട്, ഒരു അറാഫിന്റെ അടുത്തേക്ക് ആരെങ്കിലും ചെന്ന് വല്ലതും ചോദിച്ചാൽ വിശ്വസിക്കണ്ട, വിശ്വസിക്കാന്നുള്ളത് വന്നിട്ടില്ല. വേറെ ചില റിവായത്തുകൾ ചോദിച്ചാൽ തന്നെ എന്തില്ല, 40 നിസ്കാരം സ്വീകരിക്കൂല. അതിന്ന് വേറൊരു കാര്യം മനസ്സിലായി, നിസ്കരിക്കുന്നവനും ഇങ്ങനത്തെ അടുത്തൊക്കെ പോകുന്നുള്ളത്, അതുകൊണ്ട് നിസ്കാരം സ്വീകരിക്കാത്തത്. നിസ്കരിക്കുന്നവൻ മുസ്ലിമീങ്ങളിൽ ഇങ്ങനത്തെ ശിർക്കിന്റെ കാര്യങ്ങൾ വരും എന്നതിന് ഈ ഹദീസിൽ സൂചനയാണ്. അതുകൊണ്ടാണ് നിസ്കാരം ഇരിക്കാത്തത്. അപ്പൊ ചോദിക്കാൻ തന്നെ പാടില്ല. വീട്ടിൽ ചിലപ്പോ കൈ നോക്കാൻ വേണ്ടി വരും പെണ്ണുങ്ങൾ, 5 ഉറുപ്പ്യ ഉള്ളൂ, ഇപ്പൊ എത്രയായെന്ന് അറിയില്ല, 5 ഉറുപ്പ്യ. അപ്പൊ നമ്മൾ വിചാരിക്കും വെറുതെ കൈവിച്ചു കൊടുക്കാൻ, അപ്പോൾ പറയാൻ നോക്കാമല്ലോ. അവൻ ഇതൊക്കെ മനസ്സിലാക്കിയ ആളാണ്, എന്നാലും എന്താണ് പറയാൻ നോക്കാൻ വേണ്ടി കൈവച്ചു കൊടുക്കുക പാടില്ല. ഇതിന് ഈ സിഹറത്തിനാണ് നീ കേൾക്കാൻ പോകുന്നത്. ചിലപ്പോൾ ഇന്നെ മഷൂറാക്കി കളയും. ചിലപ്പോ മഷൂർ അവിടെ പോയിരുന്നാൽ എന്തെങ്കിലും ഒന്ന് സിഹർ ചെയ്തിട്ടായിരിക്കും പറയുന്നുണ്ടാവുക. അയാളുടെ പോയി ഇരിക്കാൻ ഏതാ വന്നത് ഏതാന്ന് നിങ്ങൾക്കറിയോ? ഇത് വെറും തട്ടിപ്പാണോ അല്ല ശൈത്താന്റെ സേവയുള്ള അതുപോലത്തെ കാഹിനാണോ വന്നത് എന്ന് നമുക്കറിയില്ലല്ലോ. എന്തിനാണ് അതിന് പോയി കൈവച്ചു കൊടുക്കുന്നത്? പോകാൻ പാടില്ല. കാരണം അത് ഒരാൾ കാഹിനാണെന്ന് പറഞ്ഞാൽ അവൻ സ്വയം അള്ളാന്റെ ശരീക്കാണെന്നാണ് വാദിച്ചിരിക്കുന്നത്. അങ്ങനത്തെ താപത്തിൽ എന്തിനാണ് നമ്മൾ കൈവച്ചു കൊടുക്കുന്നത്? അത് അറിഞ്ഞിട്ട് ചെയ്യുന്നതായാലും അറിയാതെ ചെയ്യുന്നതായാലും ഇതിനാണ് കൈവച്ചു കൊടുക്കുന്നത്. അപ്പൊ വിശ്വസിക്കാതെ തന്നെ ചോദിച്ചാൽ തന്നെ 40 നിസ്കാരം സ്വീകരിക്കൂല. ഇനി ആരെങ്കിലും പോയി അയാൾ പറയുന്നത് വിശ്വസിച്ചാൽ
അവൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു അവതരിപ്പിച്ചതിൽ കാഫിറായിരിക്കുന്നു എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ആരാണ് അറാഫ്, ആരാണ് കാഹിൻ? ആരാണ് അറാഫ്, ആരാണ് കാഹിൻ? അത് ഇനി വരുന്നുണ്ട് ഇൻഷാ അല്ലാഹ്. അറാഫ് ആരാണ്, കാഹിൻ ആരാണ്? മുഹമ്മദ് അബ്ദുൽ വഹാബ് പറയുന്നു റഹിമഹുല്ലാഹ്, വലിൽ അർബഅ, 4 പേർ റിവായത്ത് ചെയ്തിട്ടുണ്ട്. 4 പേർ എന്നാൽ ഇമാം ബുഖാരി മുസ്ലിം ഒഴികെ ബാക്കി 4 പേർ, അബൂ ദാവൂദ്, തിർമിദി, നസായി, ഇബ്നു മാജ. വൽ ഹാക്കിം, ഇമാം ഹാക്കിമും റിവായത്ത് ചെയ്തു. വഖാല, അദ്ദേഹം പറഞ്ഞു, ഇമാം ഹാക്കിം ഈ ഹദീസ് റിവായത്ത് ചെയ്തിട്ട് പറഞ്ഞു, സഹീഹുൻ അലാ ശർത്തിഹിമാ, സഹീഹുൻ അലാ ശർത്തിഹിമാ, അവർ രണ്ടുപേരുടെയും ഷർത്ത് പ്രകാരം സഹിഹാണ്. അഥവാ ഇമാം ബുഖാരിയുടെയും മുസ്ലിമിന്റെയും ഷർത്തൊത്ത, അവരുടെ ഷർത്ത് യോജിച്ചു വന്ന ആളുകളാണ് ഈ ഹദീസിന്റെ സനദിലുള്ളത്. അൻ എന്ന് പറഞ്ഞ് ഒരു കുറച്ച് സ്ഥലം വിട്ടതുണ്ടോ? മുഹമ്മദ് അബ്ദുൽ വഹാബ് റഹിമഹുല്ലാ അങ്ങനെയാണ് ഈ കിതാബ് എഴുതിയതെന്നാണ്. അല്ലാഹു അലം, ചിലപ്പോൾ ഷെയ്ഖ് എഴുതുന്ന സമയത്ത് ഹിഫ്ളിന്ന് എഴുതിയതായിരിക്കും. അപ്പോൾ സഹാബി ആരാണെന്ന് ആ സമയത്ത് ചിലപ്പോൾ ഷെയ്ഖിന് ഓർമ്മയില്ലാതെ വിട്ടതായിരിക്കും. ഇതിന്റെ പല കോപ്പികളിലും അങ്ങനെയാണ് കാണുന്നത്. അൻ എന്ന് പറഞ്ഞ് സഹാബിയെ എഴുതിയിട്ടില്ല, വിട്ടിരിക്കുകയാണ്. ബാക്കിയുള്ള ഹദീസുകളിലൊക്കെ സഹാബിയെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അൻ എന്ന് പറഞ്ഞ് ആണ് പറഞ്ഞിട്ടുള്ളത്. എന്താണ് ഹദീസ്? മൻ അതാ അറാഫൻ ഔ കാഹിനൻ ഫസദ്ദഖഹു ബിമാ യഖൂൽ ഫഖദ് കഫറ ബിമാ ഉൻസില അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നേരത്തെ പറഞ്ഞ ഹദീസാണ്. യഥാർത്ഥത്തിൽ ഈ ഹദീസ് റിവായത്ത് ചെയ്തത് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ആണ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ആണ് റിവായത്ത് ചെയ്തിട്ടുള്ളത്. നേരത്തെ ഹദീസ് പോലെ തന്നെ. എന്താ തമ്മിലുള്ള വ്യത്യാസം? നേരത്തെ പറഞ്ഞ ഹദീസിൽ കാഹിനൻ എന്നാണ് വന്നിട്ടുള്ളത്, ഒരു കാഹിനിന്റെ അടുത്ത് ചെന്നാൽ. ഈ ഹദീസിന് വന്നിട്ടുള്ളത് ഒരു അറാഫിന്റെ അടുത്ത് ചെന്നാൽ, ഔ കാഹിനൻ, അല്ലെങ്കിൽ ഒരു കാഹിനിന്റെ അടുത്ത്, രണ്ടിലാരെങ്കിലും അടുത്ത് ചെന്നാൽ, എന്നിട്ട് അവനോട് ചോദിച്ച് അവൻ പറയുന്നത് വിശ്വസിക്കുകയും ചെയ്താൽ ഫഖദ് കഫറ ബിമാ ഉൻസില അലാ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹിക്ക് അല്ലാഹു അവതരിപ്പിച്ചതിൽ അവൻ കാഫിറായിരിക്കുന്നു, ഇസ്ലാമിൽ നിന്ന് പുറത്തു പോയിരിക്കുന്നു. എന്താണ് കാഹിൻ, എന്താണ് അറാഫ്? അടുത്തത് വലി അബി യഅല ബിസനദിൻ ജയ്യിദ്, അബൂ യഅല റഹിമഹുല്ലാഹ്. അബൂ യഅല എന്നതൊരു മുഹദ്ദിസാണ്. അഹ്മദ് ബിൻ അലി എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അഹ്മദ് ബിൻ അലി മൂസിൽ എന്ന പ്രദേശക്കാരനാണ്. അഹ്മദ് ബിൻ അലി അൽ മൂസിലി. അദ്ദേഹം ബിസനദിൻ ജയ്യിദ്, ജയ്യിദായ നല്ലൊരു സനദോടെ അലി ബിൻ മസ്ഊദിൻ, അബ്ദുല്ലാഹി ബിൻ മസ്ഊദിൽ നിന്ന് റിവായത്ത് ചെയ്തിരിക്കുന്നു. മിസ്ലഹു, ഇതേപോലെ ഈ വന്ന അതേ വാക്കുകൾ. മൗഖൂഫൻ, മൗഖൂഫൻ എന്നാൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ടല്ല, ഇബ്നു മസ്ഊദ് പറഞ്ഞതായിട്ട്, ഇതേ കാര്യം. വാൻ ഇമ്രാൻ ഇബ്നു ഹുസൈൻ, അതുപോലെ ഇമ്രാൻ ഇബ്നു ഹുസൈൻ റളിയല്ലാഹു അൻഹു റിവായത്ത് ചെയ്തു മർഫൂഅൻ. മർഫൂഅൻ എന്നാൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറഞ്ഞതായിട്ട്. എന്താണ് റസൂൽ പറഞ്ഞത്? ലൈസ മിന്നാ, നമ്മിൽപ്പെട്ടവനല്ല, മൻ തതയ്യറ, പക്ഷി ശകുനം നോക്കിയവനും, ഔ തുതുയ്യിറ ലഹ, ആർക്കു വേണ്ടിയാണോ നോക്കിയത് അവനും, നോക്കുന്നവനും ആർക്കു വേണ്ടിയാണോ നോക്കിക്കൊടുത്തത് അവനും, രണ്ടുപേരും നമ്മിൽപ്പെട്ടവനല്ല. ഔ തകഹന ഔ തുകുഹിന ലഹ, അല്ലെങ്കിൽ ജോത്സ്യം നോക്കപ്പെട്ടു, നോക്കിയവനും ആർക്കു വേണ്ടിയാണോ നോക്കിയത് അവനും, രണ്ടും നമ്മിൽപ്പെട്ടവനല്ല. ജോത്സ്യനും അല്ല, ആർക്കു വേണ്ടിയാണോ നോക്കിയത് അവനും. ഔ സഹറ ഔ സുഹറ ലഹ, സിഹർ ചെയ്തവനും ആർക്കു വേണ്ടിയാണോ ചെയ്തു കൊടുത്തത് അവനും, രണ്ടും തമ്മിൽപ്പെട്ടവനല്ല. വമൻ അതാ കാഹിനൻ, ആരെങ്കിലും ഒരു കാഹിനിന്റെ ജോത്സ്യനടുത്ത് ചെന്നാൽ ഫസദ്ദഖഹു ബിമാ യഖൂൽ, അവൻ പറയുന്നത് സത്യപ്പെടുത്തുകയും ചെയ്താൽ ഫഖദ് കഫറ ബിമാ ഉൻസില അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, മുഹമ്മദ് നബിക്ക് അല്ലാഹു അവതരിപ്പിച്ച ദീനിൽ അവൻ കാഫിറായിരിക്കുന്നു. റവാഹുൽ ബസ്സാർ ബിഇസ്നാദിൻ ജയ്യിദ്, ഇമാം ബസ്സാർ റഹിമഹുല്ലാഹ് ഈ ഹദീസ് റിവായത്ത് ചെയ്തിട്ടുള്ളൂ. ഇമാം ബസ്സാർ എന്നാൽ അദ്ദേഹത്തിന്റെ പേര് അഹ്മദ് ബിൻ അംർ എന്നാൽ, ബസറക്കാരനായ വലിയൊരു മുഹദ്ദിസാണ് അദ്ദേഹം. ഹിജറ 292 അദ്ദേഹം വഫാത്തായത്. ഇമാം ബസ്സാർ റഹിമഹുല്ലാഹ്. വറവാഹു തബറാനി, തബറാനി റിവായത്ത് ചെയ്തിരിക്കുന്നു ബിഇസ്നാദിൻ ഹസനിൻ, നല്ല സനദോടെ, മിൻ ഹദീസ് ഇബ്നു അബ്ബാസിൻ ദൂന ഖൗലിഹി വമൻ അതാ കാഹിനാ, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു റിവായത്ത് ചെയ്തിരിക്കുന്നു ഇതേ ഹദീസ്. പക്ഷെ അതിൽ എന്തില്ല? വമൻ അതാ കാഹിനൻ, കാഹിനിന്റെ അടുത്തേക്ക് ചെന്നാൽ എന്നത് പറഞ്ഞിട്ടുള്ള ബാക്കി ഭാഗമുണ്ടല്ലോ, അതില്ല. അതിന് മുമ്പത്തെ ഭാഗമൊക്കെ ഉണ്ട്. ജോത്സ്യം ചെയ്തവനും ആർക്കു വേണ്ടിയാണോ ചെയ്തത് അവൻ നമ്മിൽപ്പെട്ടവനല്ല. പക്ഷി ശകുനം നോക്കിയവനും ആർക്കു വേണ്ടിയാണോ നോക്കിയത് അവനും നമ്മിൽപ്പെട്ടവനല്ല. സിഹർ ചെയ്തവനും ആർക്കു വേണ്ടിയാണോ ചെയ്തത് അവനും നമ്മിൽപ്പെട്ടവനല്ല. അത്രയും ഭാഗം ഇമാം തബറാനി റിവായത്ത് ചെയ്തിരിക്കുന്നു. ഖാലൽ ബഗവി, ഇമാം ബഗവി റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നു, ഇദ്ദേഹം തഫ്സീർ ചെയ്തിട്ടുള്ള വലിയൊരു ആലിമാണ് ഇമാം ബഗവി.
ഹുസൈൻ ഇബ്നു മസ്ഊദ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. ഖുറാസാൻ എന്ന പ്രദേശത്തുള്ള അവിടെ ജീവിച്ചിരുന്ന ഒരു ആലിമാണ്. ഖുറാസാൻ എന്നാൽ ഇന്നത്തെ ഇറാനും അഫ്ഗാനിസ്ഥാന്റെ പല ഭാഗങ്ങളും ചേർന്ന നാട്ടിലാണ് പണ്ട് കാലത്ത് ഖുറാസാൻ എന്ന് പറഞ്ഞിരുന്നത്. ബഗവി പറഞ്ഞു അൽ അറാഫ്, അറാഫ് എന്നാൽ അല്ലദീ യദ്ദഈ മഅരിഫത്തൽ ഉമൂർ ബിമുഖദ്ദിമാത്തിൻ യസ്തദില്ലു ബിഹാ അലൽ മസ്റൂഖി വമകാനി ദ്ദാല്ലത്തി വനഹ്വി ദാലിക. അറാഫ് എന്ന് പറഞ്ഞാൽ അല്ലദീ യദ്ദഈ, വാദിക്കുന്നവനാണ്, മഅരിഫത്തൽ ഉമൂരി, കാര്യങ്ങൾ അറിയാമെന്ന്, മറഞ്ഞ കാര്യങ്ങൾ, ബിമുഖദ്ദിമാത്തിൻ, ചില ലക്ഷണങ്ങൾ വെച്ചിട്ട്, ചില ലക്ഷണങ്ങൾ വെച്ചിട്ട് എന്ന് പറഞ്ഞാൽ ചില ആളുകൾക്ക് എന്തെങ്കിലും സാധനം കാണാണ്ടായി പോയി കഴിഞ്ഞാൽ അയാൾ പറയും എത്ര, രണ്ടാൾ പോയി എന്തെങ്കിലും ഒരു കാര്യം അറിയാൻ വേണ്ടി, അപ്പോ രണ്ടാൾ വന്നിട്ട് അയാൾ ഈ ഭാഗത്തുമാണ് നിന്നത് എങ്കിൽ പറയും നീ ഇങ്ങോട്ട് മാറ്, മക്കത്തില്ല, നീ ഇങ്ങോട്ട് മാറ്, മദീനയിലില്ല, അതായത് കളിച്ചു പോയ സാധനം. എന്നിട്ട് പോകാൻ പിന്നെ നോക്കിയിട്ട് പറഞ്ഞു. അപ്പൊ ചെന്ന ആളുകൾക്ക് വിശ്വസിക്കുകയും ചെയ്യും. ഇത്രയും ദൂരമുള്ള മക്ക കാണുമെങ്കിൽ പിന്നെ വന്നവനോട് ഇങ്ങോട്ട് മാറിക്കാൻ പറയണം. ഇത് ഓരോ മുഖദ്ദിമ, ഓരോ കോപ്രായങ്ങളാണ് ആളുകളെ പറ്റിക്കാനുണ്ട്. എന്നതുപോലെ ചില മുഖദ്ദിമാത്ത് കൊണ്ട് അവൻ തെളിവ് പിടിക്കും. അലൽ മസ്റൂഖ്, മസ്റൂഖ് എന്താ? കാണാതായി പോയത്, ശരീഅത്ത് കാണാതായത് എവിടെയുള്ളത്. മക്കാന് ബാല്ല, മസ്റൂഖ് മോഷ്ടിക്കപ്പെട്ടത്, കാണാതായതല്ല, മോഷ്ടിക്കപ്പെട്ടത്, ആരാ കട്ടെടുത്തത് എന്നത് പറയുമെന്നവൻ അറിയാമെന്നവൻ വാദിക്കും. അപ്പൊ മക്കാന് ബാല്ല, കാണാതായി പോയ സാധനം എവിടെയാണുള്ളത് എന്നതറിയാമെന്ന് വാദിക്കും. വനഹ്വി ദാലിക, ഇതുപോലുള്ള ചെറുത്. ഇവനാണ് അറാഫ് എന്ന് പറയാം. കാഹിൻ എന്നാൽ ഭാവിയിൽ വരാൻ പോകുന്ന കാര്യം പറയാൻ, എപ്പോ വിസ കിട്ടും, എപ്പോ ജോലി ശരിയാകും, ഇങ്ങനെ ചിലതൊക്കെ അറിയുമെന്ന് വാദിക്കുന്നു. ഇവരൊക്കെ സ്വയം കാഫറുകളായി തീർന്നിരിക്കുന്നു. അവർക്ക് ചെന്ന് അവരിൽ വിശ്വസിക്കുന്നവരും ഇസ്ലാമിന് പുറത്താണ്. നഊദു ബില്ലാഹ്. വല്ലാഹു തആല അലം. സല്ലല്ലാഹു വസല്ലമ വബാറക അലാ അബ്ദിഹി വറസൂലിഹി നബിയിനാ മുഹമ്മദ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.